camera and my car. I hope it is recording well. And this is a DJI Action 3 camera. I had this for the last 2 years or something, and then I've not used it very properly. Yes, this is the first time I'm doing it, so I don't know how it gonna come and all. And this is the first time I'm gonna capture something also. So I think it is recording right now very neatly and properly. ഒരു ഡാഷ് ക്യാമിൻ്റെ അതേപോലത്തെ ഉപയോഗമാണിത്. പക്ഷെ നമുക്കറിയില്ല എത്ര ക്വാളിറ്റി ഉണ്ടെന്നൊന്നും അറിയില്ല. ഞാൻ അതുകൊണ്ട് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ബൈക്കിൽ ഞാൻ 1-2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ പോലെ ഇട്ടു. പക്ഷേ ഞാൻ വിചാരിച്ച അത്ര സൗണ്ട് ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം ഞാനിതാ ഇപ്പോൾ ആദ്യമായിട്ടാണ് എടുത്തത്. നമ്മളുടെ മുന്നിലൊരു സൈക്ലിംഗ് ചെയ്ത് പോകുന്നുണ്ട്. അവർ ഊട്ടിക്കാണ്. എന്ത് ഊട്ടിന്ന് എഴുതിയിട്ടില്ല. സംതിങ് ടു ഊട്ടിന്നാണ്. ഏതോ ഒരു ഇതിൻ്റെ സ്പോൺസേഴ്സാണ് തോന്നുന്നു എനിക്ക്. ഊട്ടി ബേസ്ഡ് സൈക്ലിസ്റ്റാണ് ഇവർ. അവരെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഊട്ടിയിലെ ഏതോ ഒരു ഹോട്ടൽസോ അങ്ങനെ എന്തോ ആണ്. യു ക്യാൻ സീ ദാറ്റ്. Not speeding with them because കുറച്ച് പാനിക് ആക്കണ്ട. അവർ പോകുന്ന ഒരു സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അധികമായിരിക്കും. അപ്പം I don't want to panic them also. ചാമ്പ്യൻഷിപ്പ് റേസ് അങ്ങനെ എന്താണോ. യു ക്യാൻ സീ ലോട്ട് ഓഫ് പീപ്പിൾ. ഞാൻ ഓൾറെഡി കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഫേസ്ലെസ് വീഡിയോ ആയിരിക്കും ബിക്കോസ് ഐ എം വെരി ഷൈ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആൻഡ് ഐ കാൺട്ട് ടോക്ക് ടു പീപ്പിൾ ഓൾസോ ലൈക്ക് വെൻ ഐ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. പിന്നിലിരുന്നിട്ട് പിന്നെ എനിക്ക് കുറേയും കൂടെ ഒക്കെ സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക്. ഈ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു അവരെ ഉണ്ടായിരുന്ന ടീമിൻ്റെ പാർട്ട് തന്നെയാണ് പുള്ളി. എനിവേ സീ ബ്രോ, നൈസ് ഹോൾഡിംഗ് ടു യു ഫോർ സം ടൈം. സംഭവം എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്നാലും നല്ല വൈബായിട്ട്. കാരണം ഇതിന് ഒരുപാട് കാര്യമുണ്ട്. നമുക്ക് ഒരുപാട് പേഷ്യൻസ്, നമുക്ക് ഹെൽത്തും ഒക്കെ അടിപൊളിയാണെങ്കിൽ മാത്രമാണ് ഇത്രയും സൈക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നാടുകാണി ചുരമൊക്കെ സൈക്കിളിലോട്ട് കയറി വന്നു. നാടുകാണി അല്ല, ലോകം മുഴുവൻ സൈക്കിൾ ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ട സെയിം കാര്യമാണ്. നല്ലോണം ഹെൽത്ത് വേണം, നല്ല സ്റ്റാമിന വേണം. മാത്രമല്ല റെഗുലറായിട്ട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പം ഞാനിപ്പോൾ ഇതാ നാട്ടിൽ നിന്ന് നാടുകാണി ചുരം കയറി നേരെ ഗൂഡല്ലൂർ നേരെ ബന്ദിപ്പൂർ ടു ബാംഗ്ലൂർ പോവുകയാണ്. അപ്പം എല്ലാ പ്രാവശ്യവും ഇടുന്ന വീഡിയോ തന്നെയാണ്. കാരണം ഞാൻ അധികം ട്രാവൽ ചെയ്യുന്ന ഈ റൂട്ടാണ്. പുതിയതായിട്ട് എന്താണ് ഇടാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ടൊന്നുമില്ല. ആൻഡ് ദിസ് ഇസ് ആൻ എക്സ്പെരിമെൻറ്റ് വീഡിയോ ആസ് വെൽ ബിക്കോസ് ദ എക്സ്പെരിമെൻറ്റ് ഇഫ് ദിസ് ഗോസ് വെൽ. ഇതിൻ്റെ ഓഡിയോ ഒക്കെ നന്നായിട്ടുണ്ട്. ഇത് മര്യാദയ്ക്ക് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിത് വീഡിയോ ആക്കി ഇടും യൂട്യൂബിൽ. ആൻഡ് ഇഫ് എവരി വൺ സേസ് യാ ദിസ് ഇസ് എ ഗുഡ് വീഡിയോ ദെൻ യെസ് വി വിൽ ട്രൈ ടു റെക്കോർഡ് മോർ വീഡിയോസ് വൈൽ ട്രാവലിംഗ്. നമ്മളിതിൻ്റെ ഇടയ്ക്കും കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം, അതേപോലെ എറണാകുളം, കൊച്ചി, എല്ലായിടത്തേക്കും ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഹംപി പോകുന്നുണ്ട്. ഇങ്ങനെ 2-3 ട്രാവലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അറിയുന്നുണ്ടായിരുന്നില്ല ഇതെങ്ങനെയാണെന്ന്. ഞാൻ ഇന്ന് അറിയാണ്ട് ക്യാമറേൻ്റെ പാക്കറ്റ് ഓപ്പൺ ആക്കിയപ്പോഴാണ് ഞാൻ ഈ സാധനം കാണുന്നത്, ഗ്ലാസ്സിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള സാധനം. അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ആംഗിളും കറക്റ്റായിട്ട് അറിയില്ല. കാരണം ഞാൻ ഇത് സ്റ്റിക്ക് ചെയ്തു. ഇപ്പോൾ ഇതെങ്ങനെ പറക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് സ്റ്റിക്ക് ചെയ്ത പോർഷനിൽ വെച്ചിട്ട് ആ ആംഗിളിൽ വെച്ചിട്ട് എടുത്തുകൊണ്ട് നിൽക്കുന്നതാണ് ഇപ്പം. അപ്പം ആംഗിൾ മാറ്റണോ അല്ലെങ്കിൽ കുറച്ചും കൂടെ നൈസായിട്ടുള്ള ആംഗിളിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ വ്യൂ കുറച്ചും കൂടെ അടിപൊളിയാക്കണം എന്നുണ്ടെങ്കിൽ കോക്ക്പിറ്റ് എന്തായാലും കാണിക്കുന്നില്ല. കാരണം കോക്ക്പിറ്റ് കാണിക്കണേ എൻ്റെ ബാക്കിൽ വെക്കണം. അതിനുള്ള സാധനം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യുന്നില്ല. വൺസ് ഐ ഹാവ് ഓൾ ദോസ് തിങ്സ് അപ്പോഴും എൻ്റെ ഫേസ് ഐ വോണ്ട് ബി ഷോയിങ് മൈ ഫേസ്. കാരണം എൻ്റെ ഒരു മടി മാറുന്നവരെ എനിക്ക് തോന്നുന്നു എനിക്ക് ഫേസ് കാണിക്കാൻ കുറച്ച് മടി മാറിക്കഴിഞ്ഞാൽ എനിക്ക് ഫേസ് കാണിക്കാൻ പറ്റുമായിരിക്കും. ഫേസ് കാണിച്ച് സംസാരിക്കുമ്പോൾ ഉള്ളൊരു ചെറിയ മടി മാത്രമേ ഉള്ളൂ എനിക്ക്. അല്ലെങ്കിൽ എനിക്ക് വലിയ മടിയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ നമ്മളിതാ വി ആർ ഗോയിങ് ത്രൂ ദസ് ഗൂഡല്ലൂർ നാടുകാണി റൂട്ട്. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ പാച്ചസ് ഒക്കെ അവർ ക്ലിയർ ചെയ്തു.
നല്ല റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലേക്ക് പോകുന്ന സമയത്ത് വളരെ മോശം റോഡായിരുന്നു. ബട്ട് നൗ ഇറ്റ് ഈസ് ബെറ്റർ. നല്ല രീതിയിൽ വൃത്തിയാക്കി നല്ല റോഡാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ പണി നടക്കുകയായിരുന്നു. പിന്നെന്താ, സൺഡേ ആണ്, നല്ല തിരക്കുണ്ട്. ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഗോയിങ് ടു ഊട്ടി. ഊട്ടിയിൽ ഇപ്പോൾ മഞ്ഞ് പെയ്യുന്ന സമയമൊക്കെയാണ്, -degrees ഒക്കെ ആയിരുന്നു. വി ഹാവ് സീൻ ദോസ് വീഡിയോസ് ഓൾസോ. പക്ഷേ ഊട്ടിയിൽ ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഊട്ടി. എനിക്ക് ഇപ്രാവശ്യം ഊട്ടിയിൽ പോകാനേ പറ്റിയിട്ടില്ല. ഐ തിങ്ക് ഐ വോണ്ട് ടു ഗോ ടു ഊട്ടി, ബട്ട് ദെൻ മൈ ടൈറ്റ് ഷെഡ്യൂൾസ്, വീട്ടിൽ കാര്യങ്ങൾ, ബാക്കി ഓഫീസ് എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുള്ള കുറേ പരിപാടികളാണ് ട്രാവൽ. എല്ലാവരും പോലെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ ട്രാവൽ ചെയ്യാൻ സമയമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് പ്രശ്നം. ട്രാവൽ ചെയ്യാൻ കറക്റ്റായിട്ട് സമയമില്ല. ട്രാവൽ ചെയ്യുമ്പം റെഗുലറായിട്ട് ട്രാവൽ ചെയ്യാനുള്ള സ്പേസ് ഇല്ല. കാരണം ഓഫീസുണ്ട് മൺഡേ ടു ഫ്രൈഡേ. അതും വർക്ക് ഫ്രം ഹോം അല്ല. വർക്ക് ഫ്രം ഹോം ആണെങ്കിലും കൂടെ ഇറ്റ് ഈസ് ഓക്കെ. ലൈക്ക് യു ക്യാൻ go to office for 3 days and then utilize the rest 3 of the week to travel and work along with that. പക്ഷെ നമുക്കിപ്പം അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 ദിവസം ഓഫീസിലാണ്. 5 ദിവസം നമ്മൾ ആൾക്കാരെ കുറിച്ചൊരു ബോധേഡാണ്. അവിടെ ചെന്നിട്ടില്ലെങ്കിൽ അത് എസ്കലേഷൻസ് ആകും, പിന്നെ അറ്റൻഡൻസ് ഷോർട്ടേജ് വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് തീരെ എന്താണെന്ന് പറയുക, ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഇങ്ങനെ ഈ ഒരു സാധനം തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ തുടങ്ങിയിട്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എനിക്ക് 85 സബ്സ്ക്രൈബേഴ്സ് തന്നെ ഇപ്പോൾ ഉള്ളത്. ആൻഡ് ഐ ഡോണ്ട് നോ എനി വൺ ഓഫ് ദം ബിക്കോസ് എവ്രി വൺ കെയിം ടു മൈ ചാനൽ വിതൗട്ട് നോയിങ് മീ. ഐ ഹാവ് ഓൺലി പോസ്റ്റഡ് ഫ്യൂ വീഡിയോസ് ആൻഡ് ഫ്യൂ ഷോർട്സ്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് റിയലി ഇംപ്രസീവ്. ചിലതൊക്കെ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ട്, ബട്ട് ദെൻ ഐ ഡോണ്ട് തിങ്ക് ദോസ് ആർ വെരി ഇംപ്രസീവ് വീഡിയോസ് ആർ വെരി ഇംപ്രസീവ് ഷോർട്സ് ഓൾസോ. കാരണം എനിക്ക് ആ എഫേർട്ട് എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഐ എം ട്രൈങ് ടു ഡു സംതിങ് റൈറ്റ് ഫ്രം നൗ ഓൺവേർഡ്സ്. അപ്പം ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതിലൊരു നല്ല ഔട്ട്പുട്ട് കിട്ടുകയാണെങ്കിൽ ഐ വിൽ ബി ഗോയിങ് ഫോർവേഡ് ആൻഡ് റെക്കോർഡിങ് മോർ വീഡിയോസ്. കാരണം എല്ലാവരെയും പോലെയുള്ള ഒറ്റ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ട്രാവൽ ചെയ്യാനാണ്. പണ്ട് ട്രാവൽ വ്ളോഗൊക്കെ കാണുമ്പോൾ ആൾക്കാർ രാവിലെ ആകുമ്പോൾ ഊട്ടി പോകുന്നു, കുറച്ച് ഇവിടെ കൊടൈക്കനാൽ പോകുന്നു, കുറച്ച് കഴിഞ്ഞ് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ഇത് കണ്ടോ എന്താ പോകേണ്ട ഒരു കാര്യം. അപ്പം ആൾക്കാരിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, യൂറോപ്പ് പോകുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഭയങ്കര ഈസിയാണല്ലോ, ട്രാവൽ ചെയ്ത് ജീവിക്കാമല്ലോ. ആ ഒരു വീഡിയോ ഇടുന്നു, പൈസ കിട്ടുന്നു. പക്ഷേ ഈ വീഡിയോ ഇടുന്നു, പൈസ കിട്ടുന്നു, അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് ജീവിക്കാമല്ലോ എന്നൊക്കെ പറയുന്നിടത്ത് അതിന് അവരെടുക്കുന്നൊരു പോയിന്റ് ഉണ്ട്, ഒരു ബ്രേക്കിംഗ് പോയിന്റ് വരെയുള്ളൊരു സമയമുണ്ട്. അവർക്ക് പൈസ ജനറേറ്റ് ആയി തുടങ്ങുന്നത് വരെ, അവർ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു മിനിമം വ്യൂസ് കിട്ടും എന്ന് ഉറപ്പ് വരുന്നത് വരെ ഉള്ളൊരു സമയമുണ്ടല്ലോ. ആ സമയത്തിൻ്റെ റിസ്ക്കാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ ആ സമയം വരെ അത് ക്ലിക്കാവണം. എല്ലാവരുടെയും ക്ലിക്കാവില്ല. അപ്പം എൻ്റെ പോലും ഞാൻ ഇടുന്ന വീഡിയോസ് പോലും ആൾക്കാർ കാണണം എന്നില്ല. അത് കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ വീഡിയോ പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെടുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ പോലെ ജോലിയൊന്നും വേണ്ട, ശരി എന്താന്ന് പറയുക, നമ്മൾ ഫുൾ ടൈം ട്രാവലിലേക്ക് പോകാം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളും ഇതേപോലെ 9 to 5 ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ പോയി എപ്പോഴെങ്കിലും കിട്ടുന്ന സമയത്ത് 2 വീഡിയോസൊക്കെ എടുത്ത് ഇടാനൊക്കെ തന്നെ പറ്റുള്ളൂ. കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എനിക്കതിനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും പോലെ ട്രാവലിംഗ് എനിക്കിഷ്ടമാണ്. ആൻഡ് ട്രാവലിംഗ് ചെയ്തിട്ട് വീഡിയോസ് ഇടുന്ന ആൾക്കാർ വി ഹാവ് ടു അപ്രിഷിയേറ്റ്. ദേ ആർ റിയലി ടേക്കിംഗ് എ ലോട്ട് ഓഫ് എഫേർട്ട് ആൻഡ് പുട്ടിങ് എ ലോട്ട് ഓഫ് ടൈം ഇൻടു ഇറ്റ്. കാരണം ഒരുപാട് സമയം ഒരുപാട് എഫേർട്ടും അതിലിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ലുക്ക് അറ്റ് ദ സ്കൈ. ഊട്ടി അല്ലെങ്കിൽ ഗൂഡല്ലൂർ ടൗണിൽ എനിക്ക് എത്തുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള വൺ ഓഫ് ദ വ്യൂ ആണത്, ഊട്ടി ഹിൽസിലോട്ടുള്ള വ്യൂ. അതേപോലെ ഇത് ഓൾമോസ്റ്റ് എല്ലാ സമയവും ഒരു മഞ്ഞൊക്കെ ഇങ്ങനെ വന്ന് വീണ് കിടക്കുന്ന ഈ ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കും അത് ഓൾമോസ്റ്റ്. ഞാൻ എപ്പോൾ പോകുമ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എനിക്ക് സേലം വഴി പോകുന്നത് ഭയങ്കര ഈസിയാണ് ബാംഗ്ലൂർക്ക്. കാരണം ഇവൻ ഒരു ടോളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളിപ്പം രാജ്മാർഗ യാത്രയിൽ 3000 rupees പേ ചെയ്ത് കഴിഞ്ഞാൽ അതും സിമ്പിളായി മാറി. കാരണം ഒരു ടോളിന് ഹാർഡ്ലി 10 രൂപയായിരുന്നുള്ളൂ, 10 അല്ല 15 രൂപയായിരുന്നുള്ളൂ. 200 ടോൾ കിട്ടും നമുക്ക് ഒരു കൊല്ലത്തിൽ. ഒരു പ്രാവശ്യം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ പോയി തിരിച്ച് വരുമ്പോഴേക്കും എനിക്ക് ഓൾമോസ്റ്റ് 1000 rupees ടോളാവും. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം 3000 രൂപയ്ക്ക് ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ എനിക്ക് 3 പ്രാവശ്യം നാട്ടിൽ പോയി വരുമ്പോൾ തന്നെ എനിക്കത്
കംപ്ലീറ്റ്ലി പ്രോഫിറ്റബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ എന്താ ബോണസ് ആണ്. സോ ഇവൻച്വലി ഒരു വില കൂട്ടുമായിരിക്കും എന്തായാലും. അപ്പോൾ പറഞ്ഞു തന്നത് ഗൂഡല്ലൂർ എപ്പോഴും ഈ ഒരു ക്ലൈമറ്റും ഏകദേശം ഇങ്ങനെ ഒരു തണുപ്പ് പിടിച്ചൊരു ക്ലൈമറ്റും കുറച്ച് മഞ്ഞും കാര്യങ്ങളും കുറച്ചിങ്ങനെ ഒരു ഇരുണ്ടൊരു സമയമാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു അല്ലെങ്കിൽ ഒരു ഗ്രാമം അല്ലെങ്കിൽ സിറ്റിയൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ജീവിക്കാനൊക്കെ. എന്താ മലയാടിവാരത്തിൽ എന്താ ഗ്രാമം എന്ന് പറയുന്ന റീൽസിലെ സെൻറ്റൻസ് പോലെ അതാണ് എപ്പോഴും ഒരു ആൻഡ് വൺ തിങ്, ഐ എം നോട്ട് എ ബീച്ച് പേഴ്സൺ, ഐ എം ഓൾവേസ് എ മൗണ്ടൻ പേഴ്സൺ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. വൺസ് ഇൻ എ വൈൽ ഐ ഹാവ് ടു ഗോ ടു ദ മൗണ്ടൻസ്. ഈ പച്ചപ്പൊക്കെ കണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കുന്നിൻ്റെ മേലെ പോയിരുന്ന് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്ന് കുറച്ച് നേരം തിരിച്ച് റിഫ്രഷായി വന്നാൽ മാത്രമാണ് ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഒരു മാസം പോകാൻ പറ്റില്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ള എല്ലാവരും പറയും ഞങ്ങൾ ഇനി ഊട്ടിക്ക് വരില്ല എൻ്റെ കൂടെ. കാരണം ഞാൻ അത്രയും പ്രാവശ്യം ഊട്ടി പോയിട്ടുണ്ട്. ആസ് എവറി വൺ ഓഫ് ദ മലയാളീസ് അല്ലെങ്കിൽ എവറി വൺ ഫ്രം ദ മലപ്പുറം സൈഡ് ഓർ ഫ്രം ദ പാലക്കാട് ബോർഡേഴ്സ് എല്ലാവരും പോലെ എൻ്റെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു സ്ഥലങ്ങളിലൊന്നാണ് ഊട്ടി. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തിന് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകാം, ഊട്ടി പോകും, റൈഡ് പോകാം, ഊട്ടി പോകും. കാരണം ഊട്ടിയിൽ പോകുമ്പം നമുക്കെല്ലാം കിട്ടുന്നുണ്ട്. നമുക്കൊരു ചുരം കിട്ടും, നല്ലൊരു റൈഡ് കിട്ടും, നല്ലൊരു ക്ലൈമറ്റ് കിട്ടും, കുറച്ച് പച്ചപ്പൊക്കെ കാണാം. ഇനി സൈലൻ്റ് ആയിട്ട് ഇരിക്കേണ്ടടുത്ത് അങ്ങോട്ട് പോകാം, എന്തെങ്കിലും കാണണം തോന്നണം എങ്ങനെ പോകാം. അപ്പം ഇതെല്ലാം കൂടെ ജോയിൻ ആയിട്ട് വരുന്നൊരു സമയമായതുകൊണ്ടും സ്ഥലമായതുകൊണ്ടും എപ്പോഴും നമ്മൾ ആദ്യത്തെ പ്രിഫറൻസ് ഊട്ടിയാണ്. അപ്പം ഇതൊരു ഇയർലി ഒരു 100 പ്രാവശ്യം ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു 120 പ്രാവശ്യം ട്രാവൽ ചെയ്യുന്ന ഒരു സെയിം റൂട്ടാണ്. ഇത് വീണ്ടും വീണ്ടും റെക്കോർഡ് ചെയ്ത് മടുപ്പിക്കില്ല. ബട്ട് ദെൻ എവറി ടൈം യു go through this place, every time you end up ബന്ദിപ്പൂർ ഫോറസ്റ്റ് there is something new for you. അതാണ് എല്ലാവരും. ഇപ്പം നിങ്ങൾ ഒരുപാട് വ്ളോഗേഴ്സിനെ കാണാം ബന്ദിപ്പൂരിൻ്റെ അല്ലെങ്കിൽ മസനഗുഡീൻ്റെ അല്ലെങ്കിൽ ഊട്ടീൻ്റെ വ്ളോഗ് ഇട്ടുകൊണ്ടേയിരിക്കുന്നു. ബിക്കോസ് എവറി ടൈം they go to ഊട്ടി or go to ബന്ദിപ്പൂർ, they find something new, they find something interesting, they find something that can be shared with you guys. So ഞാനും അതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. I feel like okay, I'll find something out which can be shared with you guys. So hopefully we'll find something. So അപ്പം നമ്മൾ കൂടുതലൊരു സിഗ്നലാണ് നിൽക്കുന്നത്. I'll see you guys on where? ബന്ദിപ്പൂർ ഫോറസ്റ്റ്. Okay, see you. ബന്ദിപ്പൂർ എത്തിയിട്ടില്ല, ബന്ദിപ്പൂർ എത്തുന്നേ ഉള്ളൂ. ബട്ട് എനിക്ക് കുറച്ച് നല്ല സ്ഥലങ്ങളാണെന്ന് തോന്നിയപ്പം I started capturing on these videos. ആംഗിളൊന്നുകൂടെ ശരിയാക്കണം. ഇറ്റ്സ് മോർ ടുവേർഡ്സ് ലെഫ്റ്റ് ഒന്നും കൂടെ ഫോക്കസ് ആയി നിൽക്കുന്നുണ്ട്. ബട്ട് ദെൻ ഗുഡ് ആക്ച്വലി. യു ക്യാൻ സീ ദ എൻറ്റയർ റൈറ്റ് സൈഡ്. ഇറ്റ്സ് വൈഡ്. ലെഫ്റ്റ് സൈഡ് അത്ര കാണില്ല എന്നുള്ളൂ. നമ്മൾ മറ്റേ എക്സ്പൾസ് 210 ആണ് പോയത്. വൺ ഓഫ് ദ ബെസ്റ്റ് വെഹിക്കിൾസ്. ബന്ദിപ്പൂർ എത്തുന്നുള്ളൂ. ഞാൻ എന്തായാലും റെക്കോർഡ് ചെയ്ത് തുടങ്ങിയതാണ്, വേറെ ഒന്നുമല്ല. വൺ ഗുഡ് തിങ് ഈസ് നമുക്ക് എല്ലാ കാര്യങ്ങളും റെക്കോർഡാകുമ്പം കയറി വന്നിട്ടില്ലേ. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തെറ്റ് ആരുടെയെങ്കിലും ഭാഗത്ത് സംഭവിച്ചാൽ, ഈവൻ എൻ്റെ അടുത്താണെങ്കിൽ പോലും, ഇപ്പം ഞാൻ ഈ വണ്ടി ഉപയോഗിച്ച് കയറിയപ്പം ഇത് റെക്കോർഡറാണ്, എൻ്റെ ഭാഗത്താണ് തെറ്റ്, ഒന്നും പറയില്ല. ഞാൻ ഇങ്ങനെ കയറി പോകുമ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റ് ഇല്ലാത്ത രീതിയിൽ കയറിപ്പോകാൻ ഞാനും ശ്രമിക്കും. കാരണം നാളെ വീഡിയോ കാണുന്ന ഒരാൾ വന്നിട്ട് എന്നോട് തെരുവിൽ കയറുന്നില്ല, എന്ത് വൃത്തിയുടെ ഡ്രൈവിംഗ് കാണാമെന്ന് പറയാൻ നിൽക്കരുതല്ലോ. അപ്പം അത് ഞാനും ശ്രദ്ധിക്കും. എന്നാലും നാട്ടുകാർ പറഞ്ഞാൽ എന്താണെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ നാട്ടുകാർ പറഞ്ഞ് കുറച്ചൊക്കെ കേട്ടിട്ടാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഇതാ നമ്മളിവിടെ എത്തുമ്പം ഏകദേശം നമുക്ക് മനസ്സിലാക്കും. യെസ്, വി ആർ റീച്ചിങ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്സ്. ആ വണ്ടിയുടെ ക്യാമറ വർക്കിംഗ് അല്ലാത്തതുകൊണ്ടാണ് പുള്ളി നോക്കാണ്ട് റിവേഴ്സ് എടുത്തത്. കാരണം ക്യാമറ മുന്നിൽ പോയി നിൽക്കുകയായിരുന്നു. അതെ, ലെഫ്റ്റ് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. ബ്യൂട്ടിഫുൾ. എന്താ ഡ്രൈവിംഗ് ഒക്കെ. കർണാടകയും തമിഴ്നാടും വണ്ടികൾക്കൊക്കെ ഒരു പ്രത്യേക തരം കഴിവാണ്, പ്രത്യേകിച്ച് ടാക്സികൾക്ക് കേട്ടോ. നമ്മൾ ബാംഗ്ലൂരൊക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവരും പറയും ഇവിടെ വേണമെങ്കിലും വണ്ടി ഓടിക്കും. ചിലപ്പോൾ നമുക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാലും തോന്നും ഇവിടെ വണ്ടി ഓടിക്കുന്നതിനേക്കാൾ നല്ല ബാംഗ്ലൂർ വണ്ടി ഓടിക്കുന്നതാണല്ലോ. കാരണം ബാംഗ്ലൂർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴിയെങ്കിലും കൊടുക്കും, ശ്രദ്ധിക്കും. കയറി പോകാനുള്ള തിരക്കിൽ എല്ലാവരും വഴി കൊടുക്കും. ഇപ്പോൾ
വന്ന് ഹോൺ അടിക്കുന്നതിനാണെങ്കിൽ അവനെ കയറ്റി വിടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് നാട്ടിലെത്തില്ല. അപ്പം ദിസ് ഇസ് തമിഴ്നാട് KSRTC കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ ക്യാമറ വെച്ചുള്ളൊരു ഉപകാരം കണ്ടോ. നമ്മളുടെ ബൈക്കർ ടീം ഇതായിരുന്നു. ഞാൻ ബൈക്കേഴ്സിനെ കണ്ടു തന്നെ. വേറെ 650 നൈസ് വൺ. ഐ ലവ് ടു ഹാവ് വൺ. ബട്ട് ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് ആവാൻ പറ്റില്ല, നല്ല എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ബൈക്കേഴ്സ് ഇവരെയൊക്കെ കാണുമ്പം നമുക്ക് കറക്റ്റ് നമ്മളെ പഴയ കാലം. പക്ഷെ പഴയ കാലത്ത് നമ്മൾ ഈ സാധനങ്ങളൊന്നുമില്ല, റൈഡിങ് ഗിയേഴ്സൊന്നുമില്ല. അങ്ങോട്ട് ഇറങ്ങുന്നെ എന്താ സമയം ഏതാ സമയമൊന്നുമില്ല. രാവിലെ ആയിക്കഴിഞ്ഞാൽ, കാരണം പഠിക്കുന്ന സമയമല്ലെന്ന്, രാവിലെ ആയിക്കഴിഞ്ഞാൽ കോട്ടും സൂട്ടും. ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ലെവലിൽ ഒരു ജാക്കറ്റാണ്, ഒരു നോർമൽ ജാക്കറ്റും. ഹുഡി ആണെങ്കിൽ ഒരു നോർമൽ ഹുഡി. ഈ വിൻ്ററിലൊക്കെ ഇടുന്ന ഹുഡീസ് ഇട്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തോ വലിയ പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ള രീതിയിലൊരു ഫീലിംഗ് ആണ്. അതും ഇട്ട് ഒരു ഗ്ലൗസ് ഇടും. ഗ്ലൗസ് ഇടാൻ ശ്രദ്ധിക്കും, കാരണം കയ്യിലൊക്കെ കരിയും ചളിയും പൊടിയും പിന്നെ തണുപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുത്തി കയറുന്നുള്ളതുകൊണ്ട് ഒരു ഗ്ലൗസ് ഇടും. അത് നേരെ പരിപാടിയായിട്ട് ഇറങ്ങുക. അന്ന് നമ്മളതിൽ 100cc അല്ലെങ്കിൽ 150cc വണ്ടികളല്ലേ മുഴുവൻ. ഞങ്ങളായപ്പോൾ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിരുന്നു. നമ്മൾ 2011, 2012 കാലഘട്ടങ്ങളിലാണല്ലോ നമ്മളുണ്ടായിരുന്നത്. അപ്പം കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. ഒരു 100cc അവിടെ എന്തോ നിർത്തിയിട്ടുണ്ട്, എന്തോ സാധനമുണ്ട്, പക്ഷേ എനിക്ക് കാണാനില്ല. ഒരു 100cc 150cc വണ്ടികളൊക്കെ തന്നെയായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 150cc ഹങ്കായിരുന്നു ആ സമയത്ത്. ആ ഹങ്കായിട്ട് ഞാൻ സൗത്ത് ഇന്ത്യയിൽ പോകാത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്. സൗത്ത് ഇന്ത്യയിൽ പോകാത്ത സ്ഥലങ്ങളും കുറവാണ്. ആ ഹങ്കായിട്ട് ഏകദേശം 1.5 ലക്ഷം കിലോമീറ്ററിൻ്റെ മേലെ ഞാൻ ഓടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഓടിക്കുന്നത് ഈ റൂട്ട് തന്നെയാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതും ഹങ്കാണ് ഈ റൂട്ടിൽ ഓടാൻ വേണ്ടിയിട്ട്. നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈ ഈ റൂട്ട് ആ ഹങ്ക് കവർ ചെയ്തത്ര വേറെ ഒരു വണ്ടി എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് പണ്ടത്തെ കാലത്ത് ഇതേപോലെ ചുമ്മാ ഒരു ജാക്കറ്റ്, ഒരു ഷൂസും, ഒരു മറ്റേ എന്താന്ന് പറയുക ഗ്ലൗസ് ഇട്ടിട്ട് രാവിലെ ആകുമ്പോൾ ഇറങ്ങും, നേരെ പോണു മറ്റേ മസനഗുഡി പോകുന്നു. മസനഗുഡിയിൽ കുറച്ച് നേരം ചില്ല് ചെയ്യുന്നു. മസനഗുഡി അവിടെ ഓഫ് റോഡോ അല്ലെങ്കിൽ കുറച്ച് മേലേക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു അമ്പലമൊക്കെ ഉണ്ട്, അവിടെ പോകുന്നു. അവിടെ പോയി കുറച്ച് നേരം ചില്ല് ചെയ്യുന്നു, ഇറങ്ങി വരുന്നു. അല്ലെങ്കിൽ മസനഗുഡി അവിടെ ഉൾവശത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ച് കളിക്കുന്നു, കുറച്ച് നേരം ചില്ല് ചെയ്യുന്നു. കഴിഞ്ഞ് നേരെ ഊട്ടി പോകുന്നു. ഊട്ടിക്ക് കയറുമ്പോഴേക്കും തന്നെ ഏകദേശം നല്ല ക്ലൈമറ്റ് ആവും. ഏകദേശം ഈ സമയത്താണ് നമ്മളും അധികവും ട്രിപ്പ് അടിക്കുക. പിന്നെ എല്ലാ സമയത്തും അടിക്കും. ഊട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഇന്നൊരു സമയമില്ല. പിന്നെ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളി റൂട്ട് ഓപ്പൺ ആയിരുന്നു നമുക്ക്. ഞങ്ങളധികം വരുന്നത് മുള്ളി റൂട്ടിലാണ്. കാരണം ഞങ്ങൾ പട്ടാമ്പി പാലക്കാട് ഭാഗത്തു നിന്നാണ് നമ്മൾ വരുന്നത്. അപ്പം ഞങ്ങൾ നേരെ അട്ടപ്പാടി വരുന്നു. അതും വേറൊരു രസമുള്ള റൈഡാണ്. അട്ടപ്പാടി വരുന്നു, അട്ടപ്പാടിയിൽ നിന്ന് മുള്ളി കയറുന്നു. മുള്ളിയിൽ തീരെ ആൾക്കാരുണ്ടാവില്ല. അവിടെ നേരെ മഞ്ചൂർ വരുന്നു. മഞ്ചൂരിൽ നിന്ന് നമ്മൾ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് മഞ്ചൂരിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോകുന്നത് എങ്ങോട്ടാന്നുള്ളത്. അന്ന് അത്രയും അറിയില്ലായിരുന്നു കിന്നക്കോരയിൽ നിന്ന്. പിന്നെയും നമ്മളൊരു ദിവസം പോയി കിന്നക്കോരയിൽ നിന്നുള്ള ഒരു ബോർഡ് കണ്ടു. അപ്പം നമ്മൾ ചോദിച്ചു നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ. അപ്പോൾ ആൾ പറഞ്ഞു ഇത് പോകാൻ പറ്റും, പക്ഷേ നിങ്ങൾക്കൊരു കാര്യമുണ്ട്, ആനകളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നതാണ്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയിരുന്നത്. അല്ലെങ്കിൽ മൃഗങ്ങളുണ്ടാവും. ആനകളല്ല, ബൈസൺസ് ആണ് കൂടുതൽ ഉണ്ടാകുന്നത് തോന്നുന്നു. അപ്പം ബൈസൺ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അപ്പം ചായത്തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ ബൈസൺസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരേ മൈൻഡ് ഉണ്ടെങ്കിലേ പോയിട്ട് കാര്യമുള്ളൂ. അങ്ങനെ പോയ നമ്മളൊരു 3-4 ആളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും പിന്നെ ഓക്കെ ശരി എന്നാൽ വേണ്ട, റിസ്ക് എടുക്കണ്ട, കാരണം അതിലൊരു വണ്ടിയുടെ ടയർ മുട്ടയായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംഭവം ഉള്ളതുകൊണ്ട് അത്രയും റിസ്ക് എടുക്കണ്ട. റിസ്ക് എടുത്തിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് എങ്ങോട്ടും മാറാനോ പോകാനോ ഒന്നിനും പറ്റില്ല. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് എന്നുള്ളൊരു മൂഡിൽ നമ്മൾ റിസ്ക് ഒന്നും എടുക്കാണ്ട് നൈസായിട്ട് എന്ത് ചെയ്ത് തിരിച്ചു പോരേത്. പിന്നെ മറ്റേ ഞാൻ പറയുമ്പം മറ്റേ പുള്ളിയുടെ സഫാരി അല്ലല്ലോ, എന്താണ് സഫാരി അല്ല, സോറി, ശബരി ദ ട്രാവലർ, പുള്ളിയുടെ ഒരു വീഡിയോ ആണ് ആദ്യം കാണുന്നത് കിന്നക്കോര. അപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ഞങ്ങളവിടെ ബൈക്ക് നിർത്തിയിട്ട് ഫോട്ടോ എടുത്തിട്ടുള്ളൊരു ഇതുണ്ട്. കിന്നക്കോര ഇത്ര കിലോമീറ്റർ, മറ്റേ എമറാൾഡ് എന്ന് പറഞ്ഞിട്ട് ഇത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡുണ്ട്. പിന്നെ മഞ്ചൂരിൽ നിന്ന് പോയിട്ടൊരു ജംഗ്ഷൻ അവിടെ നിന്ന്
തിരിഞ്ഞു പോകാനുള്ളൊരു ബോർഡുണ്ട്. അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് നമ്മളവിടെ നിന്ന് തിരിച്ചു പോകുന്നൊരു ഒരു ഓർമ്മ. പിന്നെ നമ്മൾ ആ റൂട്ട് സ്ഥിരമായിട്ട് അടിക്കൽ തുടങ്ങി. അപ്പം പിന്നെ വളരെ കോമൺ ആയിട്ട് എല്ലാവരും പോകുന്ന റൂട്ടാണ്. പിന്നെ മാത്രമല്ല, അന്ന് നമ്മൾ ഊട്ടിക്കും അല്ലെങ്കിൽ ബന്ദിപ്പൂരും എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്തും അതെ, ഒരു കുട്ടി പോലും അങ്ങനെ ഭയങ്കര എക്സ്പ്ലോർഡ് അല്ല. നമുക്ക് വളരെ ഇതായിട്ട് കിട്ടുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ ബൈക്സ് കിട്ടും ഈ സൈഡിൽ. ഈ സാറ്റർഡേ സൺഡേ സമയത്തൊക്കെ വളരെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണെന്ന് പറയുക, മഞ്ചൂര ഭാഗത്തേക്കൊക്കെ പോകുന്ന കൂനൂർ മഞ്ചൂര ഭാഗത്തേക്കൊക്കെ ഒരുപാട് സൂപ്പർ ബൈക്സ് ഈ സാറ്റർഡേ സൺഡേ ഒക്കെ വന്ന് പോകുന്നുണ്ട്. 1-2 ആൾക്കാർ, അല്ലെ വലിയ ഗ്രൂപ്പ്സ് ആയിട്ട് വളരെ കുറവാണ്. 1-2 ആൾക്കാർ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് മറ്റേ സർക്കിളിലുള്ള ആൾക്കാർ ഒരു ചെറിയ റൈഡ് അടിക്കുക. ബാംഗ്ലൂരിൽ നിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് പോകുന്ന ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അന്ന് എൻ്റെ കയ്യിലൊരു KTM 390 ഉണ്ടായിരുന്നു. അപ്പം ആ 390 ആയിട്ട് ഞാനൊരു സോളോ റൈഡ് അടിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പാക്കുന്നൊരു നല്ല കിട്ടിലും പോലത്തെ ഒച്ച. അങ്ങനെ നോക്കുമ്പോൾ 2 ആൾക്കാർ മറ്റേ ബാംഗ്ലൂർ രജിസ്റ്റേർഡ് വണ്ടി, അത് കർണാടക രജിസ്റ്റേർഡ് വണ്ടി, 2 ആൾക്കാർ അവർ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ വരുന്നു. ഒരു മറ്റേ ഹോണ്ടേൻ്റെ ആഫ്രിക്കറ്റിനും ഒരു ടൈഗർ 800 പഴയത്. അങ്ങനെ അത് കണ്ട് അവരോട് സംസാരിച്ച് അവരൊരു ചായക്കടയിൽ നിർത്തിയപ്പോൾ ഞാൻ ഇൻറ്റൻഷനലി ആ ചായക്കടയിൽ നിർത്തി അവരോട് ഇങ്ങനെ സംസാരിക്കാനുള്ള. അപ്പോൾ അവർക്ക് മനസ്സിലായി ഓക്കെ ഇവന് വണ്ടീനെ കുറിച്ചൊക്കെ ഒന്ന് കാണാനൊക്കെ ആയിരിക്കും എന്നുള്ള അന്നത്തെ ഒരു മൂഡിൽ പുള്ളി എടുത്ത് നേരെ ഓക്കെ ശരി എന്തൊക്കെയാണ് എന്നൊക്കെ സംസാരിച്ചു. അപ്പോൾ എൻ്റെ വണ്ടി KA ആണ്, കർണാടക രജിസ്റ്റേർഡ് ആയിരുന്നു. അപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ കുറച്ചേരം ചില്ല് ചെയ്ത് അവർ വണ്ടീനെ കുറിച്ചൊക്കെ സംസാരിച്ച് അവർ പറഞ്ഞു അടിപൊളിയാണ്, അങ്ങനെയാണ്, ഇത് ഭയങ്കര സ്മൂത്താണെന്നൊക്കെ പറഞ്ഞു. എൻജിൻ സ്മൂത്താണ് ഇൻ ദ സെൻസ് റൈഡിങ്ങും അടിപൊളിയാണ്, കംഫർട്ടബിൾ ആണ്. കാരണം നമ്മൾ ഒരു 150cc 390cc തന്നെ വന്നപ്പോൾ തന്നെ ഇവൻ ടൂറിങ് അത്ര അടിപൊളി അല്ലെങ്കിൽ പോലും നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ടൈം കൺസ്യൂം ചെയ്യുന്നത് വളരെ കുറയും. അപ്പോൾ 150cc ഞാൻ ബാംഗ്ലൂർക്ക് പണ്ട് പോയിരുന്നത് 10 മണിക്കൂറിൽ 11 മണിക്കൂറിലാണെങ്കിൽ 390 വന്നപ്പോൾ അതൊരു 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ ആയിട്ട് കുറയും. അതന്നെ 390 അഡ്വഞ്ചർ ഞാൻ യൂസ് ചെയ്തിരുന്നത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ 7 മണിക്കൂറിലും 8 മണിക്കൂറിലൊക്കെ കറക്റ്റായിട്ട് വളരെ ലിമിറ്റഡ് സ്റ്റോപ്പാണെങ്കിൽ സുഖമായിട്ട് റൈഡ് ചെയ്ത് പോയിരുന്നു. കാരണം എനിക്ക് അത്രയും ദൂരം ഇരുന്ന് റൈഡ് ചെയ്യാൻ പറ്റിയിരുന്നു. മറ്റത് അത്രയും ദൂരമൊന്നും നമുക്ക് ഇരുന്ന് റൈഡ് ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾ ഈ ലെഫ്റ്റിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഈ വീഡിയോ കൂടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഈ കാണുന്നതാണ് എലിഫൻറ്റ് ക്യാമ്പ്, തെപ്പക്കാട് എലിഫൻറ്റ് ക്യാമ്പാണ് ഈ കാണുന്നത്. അവിടെ എന്തെങ്കിലുമൊക്കെ എലിഫൻസൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ അവിടെ എലിഫൻസ് ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത്. ഇവിടെ ആരും വണ്ടി നിർത്താതിരിക്കാൻ വേണ്ടിയിട്ടാണോ ആ പുള്ളി വണ്ടി അകത്തേക്ക് കാണോ എന്നറിയില്ല. ഞാനിത് നോക്കട്ടെ, ഇവിടെ ഒന്നുമില്ല, ഇപ്പോൾ ഒന്നുമില്ല. എല്ലാവരും ഒരാന ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിത് രണ്ട് മൈനാണ് ഉഷാറായി കേട്ടോ. ഫുൾ നൈസ് സെറ്റ് സ്ഥലങ്ങളാണ് ഇവിടെ. ഇതാരും ഇവിടെ നിർത്താതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് അവരൊക്കെ നിർത്തി വെച്ചിരിക്കുന്നതാ ഒരാന, ഒരു കൊമ്പനാണ് നിർത്തിയിരിക്കുന്നത്. ഇതൊക്കെ ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ കൊമ്പന്മാരാണെന്ന് തോന്നുന്നു. അതെ അതെ അതെ, എല്ലാം നമ്മൾ മറ്റേ ആനകളാണ്, എന്താണെന്ന് പറയുക, കുംകി എലിഫൻസ് ആണ് ഇതെല്ലാം. പുള്ളി ഗൗരവത്തിലാണ്. അതൊക്കെ ഒന്ന് വേറെ സൂം ചെയ്ത് നോക്കേണ്ടി വരും കേട്ടോ, കാരണം എനിക്ക് സൂം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്. അങ്ങനെ ഇവിടെ ഉണ്ട് കേട്ടോ, അവിടെ നല്ല സ്റ്റേയും ഉണ്ട്. കാരണം അഭയാരണ്യം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേ ഒക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നൈസാണ്. കാരണം ഇവിടെ അടുത്താണ്. ഇതൊക്കെ കണ്ട് രാവിലെ എണീക്കാം. പിന്നെ എണീക്കുന്ന സമയത്ത് തന്നെ ഫുള്ള് ആനിമൽസൊക്കെ ഉണ്ടാവും. എന്തായാലും മാൻ, പിന്നെ ബൈസൺ ഇപ്പം ഞാൻ കുറേ ആയിട്ട് ഈ റൂട്ടിൽ കാണുന്നില്ല. വളരെ 1-2 കാണില്ല. പണ്ട് കൂട്ടമായിട്ട് കണ്ടേന്ന്. അപ്പോൾ ബൈസൺ അധികം ഈ ഒരു റൂട്ടിലില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം. എന്താണെങ്കിലും നൈസ് എക്സ്പീരിയൻസ് ആണ് മൊത്തത്തിൽ. ഇത് കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്താണ് ചിൽ ക്ലൗഡ്, ഒരു കോസി ഫീലിംഗ് ആണ്. സോറി, ക്ലൗഡ് അല്ല, കോസി ഫീലിംഗ് ആണ്. കാരണം ഒരു ചെറിയ തണുപ്പുണ്ടാവും എപ്പോഴും. ഒരു ഏത് സമ്മറിലൊന്നും ഞാൻ പറയില്ല, കടും സമ്മറിൽ നല്ല ചൂടുണ്ടാവാറുണ്ട്. പക്ഷെ എന്നാലും ഒരു ചെറിയ തണുപ്പുണ്ടാവും. അത്ര ഭയങ്കര വെയിലിൻ്റെ കാഠിന്യമൊന്നും ഇല്ലാത്ത വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കാറ്റും വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും. പിന്നെ വേനൽക്കാലത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പച്ചപ്പൊന്നും ഉണ്ടാവില്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് മരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓൾമോസ്റ്റ്
ചെടികളൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. മറ്റേ ഇലകളൊക്കെ പോയി കുറച്ചൊക്കെ കരിഞ്ഞു തുടങ്ങി. ഈ ഫെബ്രുവരി മാർച്ചൊക്കെ ഫെബ്രുവരി ആകുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാവും. ഇപ്പം തന്നെ കുറച്ചായി. കാരണം ഞാൻ ഇങ്ങോട്ട് വരുന്നത് ജാനുവരിയിലായിരുന്നു. ജാനുവരിയിൽ ഇത്രയും ഡ്രൈ ആയിരുന്നില്ല. ഡിസംബറിൽ ഇതായപ്പോൾ അങ്ങോട്ട് ഫെബ്രുവരിയിൽ ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പം കണ്ടില്ലേ ഫുള്ളായിട്ട് ഫുൾ ഉണങ്ങി തുടങ്ങി. കാരണം കാടിൻ്റെ ഉള്ളിൽ കണ്ടിരുന്നില്ല കുറേയൊക്കെ. പിന്നെ ഇത്രയും സംഭവം അവർ ക്ലീനാക്കി ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാടിൻ്റെ അടുത്ത്, അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വല്ല ആനിമൽസും ഇരിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടുന്നുണ്ടെങ്കിലോ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി ഓടുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് അവരത് ഇത്രയും കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ പോകുമ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് 2-3 സ്പോട്ട്സ് ഉണ്ട് ഇങ്ങനെ അറിയുന്ന. ചിലപ്പോൾ മിക്കവാറും ഞാൻ ആനേനെ കാണുന്ന 1-2 സ്പോട്ടുണ്ട്. ഒരു തിരിവ്, ആ തിരിവിനോട് കൂടി മറ്റേ ഇങ്ങനെ വരുന്ന ഈ സ്പോട്ടിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിൽ ഒരു റിവർ സൈഡ് ഉണ്ട്. അവിടെ മിക്കവാറും ആനകളെ കാണാറുണ്ട്. അതേപോലെ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളെപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നോക്കിയാൽ മതി. നമുക്ക് എപ്പോഴും ഒരു പെർട്ടിക്കുലർ സ്പോട്ട് ഉണ്ടാവും. കാരണം അവിടെ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്ഥിരം സ്പോട്ട് ആയിരിക്കണം. അതുകൊണ്ടാവും നമുക്കത് കാണാൻ പറ്റുന്നത്. പക്ഷെ ഞാനെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് അധികവും രാത്രിയോ അല്ലെങ്കിൽ രാവിലെയൊക്കെ വരുന്ന സമയത്ത് ഒരു ആനക്കുട്ടീനെയൊക്കെ മിക്കവാറും സ്പോട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു സ്പോട്ടുകളിലൊന്നാണ് അത്. നല്ല വലിയ കുണ്ട് ഉള്ളതിൽ വെച്ച് ഏറ്റവും വലുതാകും. ഇറങ്ങി കയറി പിടിച്ചൊരു സാധനം. പണ്ട് ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് പറയുന്നത്, എനിക്ക് ഈ യൂട്യൂബിനെ കുറിച്ചിട്ട് യൂട്യൂബിൽ വരുമാനം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ മറ്റേ വീഡിയോസ് ഇട്ടില്ലേ, അപ്പോഴാണ് ശരിക്കും യൂട്യൂബിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യും. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും. നമുക്കങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും. പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഇടാം. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഈ വീഡിയോ ആര് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊരു റിസർച്ചോ സ്റ്റഡിയോ ഒന്നും അന്ന് നടത്തിയിട്ടുണ്ടാവില്ല. കാരണം ആ ഒരു സമയത്ത് ഹങ്കായിട്ട് കുറേ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, സ്ഥിരമായിട്ടും ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ഇപ്പം നമ്മൾ കർണാടകേൻ്റെ പല ഉൾസൈഡിലേക്കും പോകുമ്പോഴും അങ്ങോട്ട് ഹംപി സൈഡിലേക്ക് നോർത്ത് കർണാടക സൈഡിലോട്ടൊക്കെ പോകുമ്പോഴും നമ്മൾ ഇന്ന് വരെ അതേപോലെ ഇവിടേക്ക് എന്താണെന്ന് പറയുക കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ട് പോകുമ്പോഴും നമ്മൾ ഇന്ന് വരെ ഇതൊന്ന് റെക്കോർഡ് ചെയ്യട്ടെ, ഓക്കെ ശരി ഞാൻ ചെറിയ റെക്കോർഡ്. അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളി എപ്പോഴും ഒരു ചെറിയ വീഡിയോ എടുത്ത് വയ്ക്കും, ചെറിയ വീഡിയോസ്. എന്നിട്ട് പറയും ഇതെല്ലാം കൂടെ ഒന്നിച്ച് ക്ലബ് ചെയ്തിട്ടായി ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര രസമായിരിക്കും എന്ന് പറയുന്നത്. ഞാൻ പറയും ചെയ്യടാ, ഇതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടാനാ. ഞാൻ അത്രയും ഞാൻ പറയില്ലേ ക്യാമറേൻ്റെ മുന്നിൽ വരാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അപ്പം ഞാൻ എപ്പോഴും ഇതിനെ നീ വെറുതെ എടുത്തിട്ട് എന്താണെന്നുള്ളൊരു മൂഡിലാണ്. പക്ഷെ പുള്ളി എടുത്ത പഴയ കുറേ സാധനങ്ങൾ ഇപ്പോഴും നമ്മൾ നോക്കുന്ന സമയത്ത് കൈൻഡ് ഓഫ് ഒരു മെമ്മറിയാണ്. നൈസ്, നല്ല ബൈക്കാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം എനിക്ക് ബെയർ 650 ഐ ഓൾവേസ് വാണ്ടഡ് ടു ട്രൈ ഇറ്റ്. ആൻഡ് ഹിമാലയൻ ഈസ് ഓൾസോ വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഹിമാലയൻ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഡിസൈനാണ്. എനിക്ക് ആ ഡിസൈൻ എപ്പോഴും ഭയങ്കര, എനിക്ക് അഡ്വഞ്ചർ ടൂറർ മോഡൽ സാധനങ്ങൾ എപ്പോഴും ഫാസിനേറ്റിംഗ് ആയിരുന്നു എനിക്ക്. അങ്ങനെ പോയിട്ടാണ് ഞാൻ എൻ്റെ അഡ്വഞ്ചർ 390 എടുത്തത്. അതൊരു വല്ലാത്ത ഫാസിനേഷനായി പിന്നെ കൊടുത്ത്. പിന്നെ ഞാൻ വണ്ടിയൊന്നും എടുത്തിട്ടില്ല. ഇനിയൊരു ബൈക്ക് എടുക്കണം. ആൾക്കാർ മുഴുവൻ ചവിട്ടി നിർത്തുവാണല്ലോ ഫോർ നോ റീസൺ. എന്താണ് ഇവർ നിർത്തുന്നത്? ഈ ഒരു ഫാമിലിയാണ് ഇവർ. എല്ലാവരും സൈറ്റ് സീയിങ്ങിന് തന്നെയാണല്ലോ ഇറങ്ങുന്നത്. നമ്മൾ മാത്രം ട്രാവൽ ചെയ്ത് പോകുന്ന ആൾക്കാരല്ലേ. എന്നിട്ട് തന്നെ നമ്മൾ വീഡിയോ ഓണാക്കിയാൽ ചില ട്രാവൽ ചെയ്യുന്നത്. ബാക്കി എല്ലാവരും സൈറ്റ് സീയിങ്ങിന് വന്നിട്ട് അവർ സൈറ്റ് സീയിങ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം സൈറ്റ് സീയിങ് കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ നോക്കും. അങ്ങനെ ഒന്ന് കാണാൻ. ഇപ്പം എനിക്കറിയാം ഇവിടെ എന്തൊക്കെയാണ് കാണാനുണ്ടാവുക എന്നുള്ളത്. പുതിയത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആൻഡ് try to figure it out, but then these kind of things is not acceptable. കാരണം നമ്മളിപ്പോൾ എന്ത് മാനാണെങ്കിലും തേനാണെങ്കിലും ആനയാണെങ്കിലും നമ്മൾ അവിടെ നിർത്തുമ്പം യു ഹാവ് ടു ബി കെയർഫുൾ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ഫോറസ്റ്റുകാർ നല്ല ഫൈൻ തരും. കണ്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്യാൻ വരുന്നതാണ്, എൻജോയ് ചെയ്യാൻ പോവാം. വേറൊരാൾക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത രീതിയിൽ എൻജോയ് ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു സ്വീറ്റ്
മെമ്മറി ആയിട്ട് നിൽക്കും. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടാവുന്നതിൻ്റെ ഇടയിൽ ഒരു കച്ചറുണ്ടായി അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു, ദാറ്റ് വിൽ റൂയിൻ ദ എൻറ്റയർ മൂഡ് ഓഫ് ദ ട്രിപ്പ്. നിങ്ങൾ ഇത്രയും നേരം കണ്ടു വന്ന് ആസ്വദിച്ച് വന്ന് എന്നൊക്കെ പറഞ്ഞു വന്നതിൻ്റെ ഫുൾ ആ ഒരു പ്ലഷർ അങ്ങോട്ടില്ലാണ്ടാവും. ദെൻ യു വിൽ ഫീൽ ലൈക്ക് ഓക്കെ വൈ ഹാവ് ഡിഡ് ദിസ്, അല്ലെങ്കിൽ അയാൾ എന്തിനാ ഇങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തന്നെ തോന്നും. അപ്പോൾ തോന്നൽ ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, ടു ഫീൽ ഗുഡ് ഓൾസോ യു ക്യാൻ ഡു ദിസ്. വണ്ടികൾ സ്ലോ ആക്കുക, ഇൻഡിക്കേറ്റർ ഇട്ട് സ്ലോ ആക്കുക, കാണുക. നല്ല റഷാണെന്ന് തോന്നി കഴിഞ്ഞാൽ മാനിനെയൊക്കെ നമുക്ക് ഒരുപാട് സ്ഥലത്ത് കാണാം. അപ്പം എവിടെയെങ്കിലും കിട്ടുന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിർത്തുക, നല്ലോണം ഫ്രീ ആയിട്ടൊക്കെയുള്ള സ്ഥലത്തുണ്ടെങ്കിൽ നിർത്തുക. അങ്ങനെ ഞാൻ ഉപദേശിക്കില്ല, കാരണം എനിക്കല്ല ചീത്ത കിട്ടിയിട്ടുണ്ട് പണ്ട്. അത് അറിവില്ലാത്ത പ്രായത്തിൽ കേട്ടോ. ബൈക്ക് നിർത്തിയാൽ തന്നെ എനിക്ക് നല്ല ചീത്ത കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പണ്ട് ബൈക്ക് നിർത്തുമായിരുന്നു കാടിൻ്റെ ഇടയിൽ തന്നെ. അതൊരു വിഷയമുള്ള കാര്യമായിരുന്നില്ല അന്ന്. കാരണം അന്ന് ഇത്രയും ട്രാവലേഴ്സ് ഇല്ല, കാറുകളും ബൈക്കുകളും ഒന്നുമില്ല അന്ന്. അന്ന് എൻ്റെ പഴയൊരു പിക്കൊക്കെ ഞാൻ ഷെയർ ചെയ്തത് ഫേസ്ബുക്കിൽ ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാത്രമേ ഉള്ളൂ അന്ന്. ഇതേപോലൊരു തിരിവിൽ ഞാൻ മറ്റേ അന്നൊരു കരിഷ്മ, ഏതൊരു ഫ്രണ്ടിൻ്റെ കരിഷ്മയായിട്ട് നമ്മൾ ഇത് കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെടുത്തൊരു ഫോട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും എൻ്റെ ഫ്രണ്ട് മാത്രം, ഞങ്ങൾ രണ്ടാൾ മാത്രം സെറ്റ്, വേറെ പരിപാടിയൊന്നുമില്ല, ഓൺ മൂഡിൽ നിൽക്കുന്നു. അങ്ങനെ അത് നല്ല ടൈമായിരുന്നു കേട്ടോ. കാരണം അന്ന് ട്രാവൽ ചെയ്യാനും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനും ഭയങ്കര രസമായിരുന്നു. അന്ന് ഭയങ്കര ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ആനിമൽസ് കുറേയും കൂടെ ഉണ്ടാവും. ഇത്രയും വണ്ടികളൊന്നും ഇല്ലാത്ത കാരണം ആനിമൽസ് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ഇത് കൂടെ നടന്നിരുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ആനിമൽസിനെ കാണാൻ കിട്ടും, ഒരുപാട് സാധനങ്ങൾ മറ്റേ എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടും. പല പല ആദ്യമായിട്ട് ബൈസിനെയൊക്കെ കാണുന്നത് എനിക്ക് എപ്പോഴും ഓർമ്മ കിട്ടും. മുമ്പോ ഒരു ബൊമ്പൻ സാധനം, ഒരു ആനേനെ പോലത്തെ ഒരു സാധനം. ഞങ്ങൾ ആക്റ്റീവിൽ വന്നിട്ടുണ്ട്. ആക്റ്റീവിൽ ഇത് മുഴുവൻ ചെയ്യുന്നുണ്ടില്ല എന്നല്ല, ആക്റ്റീവിൽ ചെയ്യുന്ന സമയത്ത് അന്നൊരു ഇതായിരുന്നു ആക്റ്റീവിലൊക്കെ പോകാൻ പറ്റുമെന്ന്. നമ്മൾ ട്രൈ ചെയ്ത് ആക്റ്റീവ് എടുത്തിട്ട് വന്ന് ഫുൾ ഫണ്ണായിരുന്നു. കാരണം ആക്റ്റീവയിൽ ഇങ്ങനെ 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 ആക്റ്റീവ ഫുൾ പോയി. നമ്മൾ ഒരു സൈഡിൽ ഇതേപോലെ ഒരു സൈഡിൽ നമ്മൾ അന്ന് കാടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പ്രാവശ്യം നിർത്തി വണ്ടിയുടെ മേലെ ബോട്ടിൽ വെച്ചിരുന്നു. നമ്മളെ ബോട്ടിൽ കിടന്ന് ഷിവർ ചെയ്യുന്ന കണ്ടിട്ട് നമ്മളാകെ ബേജാറായി. കാരണം വണ്ടിക്ക് അത്രയും സ്ട്രെസ്സും സ്ട്രെയിനും വന്നിട്ട് വണ്ടിയുടെ എഞ്ചിനൊക്കെ അങ്ങനെ, കാരണം രണ്ടാളെ വെച്ചിട്ട് നാടുകാണി ചുരമൊക്കെ കയറി. എന്നിട്ട് നമ്മൾ കറക്റ്റ് സമയത്ത് കാടടയ്ക്കുന്നതിൻ്റെ മുന്നേ അങ്ങോട്ട് എത്തണം എന്നുള്ളൊരു മൂഡിൽ അങ്ങോട്ട് എത്താൻ വേണ്ടി സീനുണ്ടല്ലോ. വണ്ടി ഓഫായ തട്ടിയ വണ്ടി വലിച്ചോണ്ട് പോയിരുന്നു പൊട്ടി. ഓക്കെ, ഫുൾ കേരള വണ്ടികൾ, ഫുൾ കേരള വണ്ടി എന്ന് പറഞ്ഞാൽ ഫുൾ കേരള വണ്ടി. അത്രയധികം കേരളൈറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ കേരളൈറ്റ്സിനും അധികം മോശം പേരൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ആസ് ഓഫ് നൗ നമ്മൾ വൃത്തിക്ക് സൂക്ഷിക്കുക, വേസ്റ്റ് ഒന്നും അവിടെയും ഇവിടെയും വലിച്ചിട്ടാണ്ടിരിക്കുക. കാരണം നീലഗിരി അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ എല്ലാ ടൗൺ സ്റ്റേഷൻസും അല്ലെങ്കിൽ ഈ മറ്റേ ഹിൽ ടൗൺസൊക്കെ ഏറ്റവും ക്ലീനായിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് അവർ പ്ലാസ്റ്റിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിരോധിച്ച് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പം ജോയിൻ ദം. പിന്നെ നമുക്ക് നാളെയും വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷന് നാളെയും വരാൻ പറ്റുന്ന രീതിയിൽ കീപ് ദം സേഫ്, കീപ് ദം നീറ്റ് എന്ന് മാത്രം. അത്രേ ഉള്ളൂ. പിന്നെന്താ, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകണം. അവിടെ എന്തൊക്കെ ഉണ്ട്? ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ പോലെ. വ്ളോഗിൽ സംസാരിക്കുന്ന ആൾക്കാർ സമ്മതിച്ചോട്ടോ. കാരണം ഇത്രയധികം എങ്ങനെ സംസാരിക്കുക? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയധികം സംസാരിച്ചതിൻ്റെ ശേഷമാണ് പോകാൻ ചോദിക്കുന്നത് ഇത്രയധികം എങ്ങനെ സംസാരിക്കാമെന്ന്. സംഭവം ഇത്രയധികം സംസാരിച്ചു. കാരണം ഇത് ഇന്നത്തെ ഒരു വ്ളോഗിൽ മാത്രമേ എനിക്ക് ഇത്രയധികം സംസാരിക്കാൻ പറ്റുള്ളൂ. നാളത്തെ വ്ളോഗിൽ എനിക്ക് സംസാരിക്കാൻ ഒരു ടോപ്പിക് ഉണ്ടാവില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസ് അത്രയും കുറവാണ്. ഞാൻ അത്രയും ട്രാവൽ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ പറ്റുന്ന എവിടെയാണോ എന്നൊക്കെ നോക്കി പോകണം എന്നൊക്കെ ഉണ്ട് ആഗ്രഹം. പക്ഷെ എന്താ, ജോലി ഇല്ലെങ്കിൽ, ഇപ്പോൾ ഈ പോക്ക് തന്നെ ജോലി ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നടക്കില്ല. നമുക്ക് വേറൊരു ഇൻകം സോഴ്സ് ഇല്ല. പിന്നെ നമ്മളത് നിർത്തി ഓക്കെ ശരി ഞാൻ എന്താണെന്ന് പറയുക, ശരി ഇങ്ങനെ
ജോലിക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഇത് എൻ്റെ പ്രൊഫഷനാക്കി എടുക്കാമെന്ന് പറയാൻ വേണ്ടിയിട്ടൊരു ബാക്കപ്പ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഒരു സ്ട്രക്ചേർഡ് ഫോമിലല്ല ഫിനാൻഷ്യൽ ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മളത് ഒരു സ്ട്രക്ചർ ചെയ്യണം. നമ്മളുടെ ഒരു റിക്വയർമെൻറ്റ് എത്രയാണ്, നമുക്ക് ജീവിക്കാൻ എത്ര വേണ്ടി വരും, അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടും. അങ്ങനെ കിട്ടുകയാണെങ്കിലൊക്കെയാണ് നമ്മളിത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പം കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് നടക്കാം, പോകുന്ന ട്രിപ്പുകളുടെ വീഡിയോ എടുത്തിടാം. അതല്ലാണ്ട് ഇത് ഇടാൻ വേണ്ടി നമ്മൾ മാസത്തിൽ 3 ട്രിപ്പ് പോയി, ആ 3 ട്രിപ്പിന് 1,00,000 രൂപ ചിലവായി, എന്നിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് കണ്ടൻറ്റിൽ നിന്ന് അതൊന്നും ചെയ്യാണ്ട് എന്നെ പോലുള്ള സാധാരണക്കാരന് പറ്റുന്നുണ്ടാവില്ല. പറ്റുന്ന ആൾക്കാർക്ക് ചെയ്യുമ്പം ഐ ഡ്യൂലി റെസ്പെക്ട് ചെയ്യും. കാരണം അവരെടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലത്തെ എഫേർട്ട് മാത്രമല്ല, സമയം മാത്രമല്ല ഈ റിസ്ക്. കാരണം ഇത് നല്ല രീതിയിൽ റീച്ച് ആയാലും, നല്ല രീതിയിൽ ഷെയർ ആയാലും, അല്ലെങ്കിൽ നല്ല ലൈക്സും കമൻസും പിന്നെ വ്യൂസും കിട്ടിയാൽ മാത്രമാണ് പൈസ കിട്ടുള്ളൂ. അപ്പം അത്രയും പൈസ കിട്ടണമെങ്കിൽ അത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യണം. അത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത്രയും നല്ല കണ്ടൻറ് ഉണ്ടാവും. ആ നല്ല കണ്ടൻറ് അവർ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ നല്ല വ്യൂസ് കിട്ടുന്നത്. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർ യാത്ര എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒഴിവാക്കിയിരിക്കുന്നത്. കാരണം ഇപ്പം പേഴ്സണൽ ബ്ലോഗായിട്ട് മാറുക എല്ലാവരെയും സ്വന്തം ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ആക്കി കുറേ ആൾക്കാർ. പോഡ്കാസ്റ്റ് ഇൻക്ലൂഡിങ് പോഡ്കാസ്റ്റും വരുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് സർവീസ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം അവർ പോഡ്കാസ്റ്റും ഇതും എല്ലാം കൂടെ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഫോറസ്റ്റുകാരൊക്കെ നിൽക്കുന്നുണ്ടോ? അല്ല, ആനയുണ്ടോ? അല്ല, സോറി, ഫോറസ്റ്റ് അല്ല, TNCBക്കാരാണ്. തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആൾക്കാരാണ്. തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ് ആൾക്കാരാണ്. വരുന്ന വഴിക്ക് ഒരു ചിക്കൻ വന്ന് ഒരു ബർഗർ വാങ്ങി വെച്ച് ചെറിയ ഉറക്കം വരുന്നുണ്ട്. പിന്നെ വെള്ളത്താകും. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ ചെയ്തു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് തരാം. പക്ഷെ നിങ്ങളെന്തായാലും ഇപ്പം ഈ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വണ്ടി നിർത്തുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലെഫ്റ്റ് സൈഡിൽ ഒരു ആനേനെ കണ്ടിട്ടുണ്ട്. ആ ആന ഇവിടുത്തെ കുംകി ആനകളാണ്. അവരുടെ വിചാരം കാട്ടാനകളാണ് എന്നായിരിക്കണം. കാരണം ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ നെയ്യുൽപ്പിയിലേക്ക് കാട്ടാന ഞാനും പണ്ട് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നിർത്തിയപ്പോഴാണ് പോലീസ് വന്നിട്ട് പറഞ്ഞത്, പിന്നെ ഇവിടെ നിർത്താൻ പറ്റില്ല, ഇത് കുംകി ആനകളെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലമാണ്, അപ്പോൾ അവർ കുളിക്കാനും ബാക്കിയുള്ള കാര്യത്തിനും വരുന്നതാണ്, അപ്പോൾ ഇവിടെ നിർത്താൻ പറ്റില്ല, ദിസ് എൻറ്റയർലി ഫോറസ്റ്റ് ഏരിയ. അപ്പം നിങ്ങൾ നിർത്തുകയാണെങ്കിൽ അവിടെ ഈ തുറപ്പള്ളിയാണോ തപ്പക്കാടാണോ മുമ്പോ ലുക്ക് അറ്റ് ദ വ്ലോഗ് മാൻ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഇപ്പം വരുന്നൊരു സ്ഥലമാണ് ഊട്ടി. പണ്ട് ഞങ്ങൾ വരുന്ന സമയത്ത് ഒരാൾ പോലും ഇല്ലാത്ത, ഇപ്പം everyone is in ഊട്ടി. അതൊരു നല്ല കാര്യമാണ് കേട്ടോ. കാരണം ടൂറിസം, ബാക്കിയുള്ള കാര്യങ്ങൾ, ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ, കാരണം ഒരുപാട് ആൾക്കാർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും. കുറേ ആൾക്കാർ വരുന്നുണ്ട്. നമ്മളെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട് ഇവിടെ ലീസിന് ചെറിയ ഹോം സ്റ്റേസും ബാക്കിയുള്ളതൊക്കെ എടുത്ത് നടത്തുന്ന ആൾക്കാരുണ്ട്. നല്ല പരിപാടിയാണ്. കാരണം ഇഫ് യു ഹാവ് 70% ഓക്യുപ്പൻസി ഡ്യൂറിങ് എ മന്ത് യു ആർ ഗുഡ് ടു ഗോ. കാരണം റെൻറ്റും അവരവർ തന്നെ നോക്കുക. ഒരാളെയും വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിനൊക്കെ എന്തായാലും നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്. ദാറ്റ് വിൽ ഗോ ഇൻ ദാറ്റ് വേ. നമ്മളൊരു കോമൺ ആയിട്ടൊരു മെസ്സോ എന്തെങ്കിലും സംഘടിപ്പിച്ചിട്ട് 1-2 ഹോം സ്റ്റേസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പൈസ അവിടെ തന്നെ കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. ആൾക്കാർക്കും നല്ലതാണ്. കാരണം അവർക്കും പൈസ കിട്ടും, അവർക്കും ചെറിയൊരു ജോലിയാവും. അപ്പം ജോലി മാത്രമല്ല, ഒരു ബിസിനസ് എന്നുള്ളൊരു രൂപത്തിൽ അവർക്കും നല്ലതല്ലേ ചെയ്യുന്നതും ഇങ്ങനെ ഇതാക്കുന്നതൊക്കെ. ഒരാൾ ഒന്നങ്ങോട്ട് തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ മൊത്തമായിട്ടും തെറ്റും. കേരളത്തിൽ മൊത്തം ഇപ്പോൾ ഫോർച്യൂണറല്ലേ. ഇപ്പോൾ ഒന്നും ഡൽഹിയിൽ ഇനി ഫോർച്യൂണർ ഇല്ല വിൽക്കാൻ തോന്നുന്നു. കാരണം എല്ലാം കേരളത്തിലേക്ക് എത്തിക്കുന്നു ഓൾറെഡി. ഞാൻ 4-5 വണ്ടി ഉണ്ടാവുള്ളൂ ഡൽഹിയിൽ. ബാക്കിയുള്ള വണ്ടികൾ മുഴുവൻ കേരളത്തിലുണ്ട്. ഇതാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് പോവുക, മസനഗുഡിക്ക് പോവുക. ആദ്യം അപ്പുറത്തെ സൈഡിൽ നിന്നായിരുന്നു തിരിഞ്ഞത്, ഇപ്പം ഇവിടെ നിന്ന് തിരിയുക.
പിന്നെ ഇവിടെ നിന്ന് തിരിയുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം എല്ലാ ഹിൽ സ്റ്റേഷനിലേക്കും വീണ്ടും TN E-പാസ് എടുക്കണം. TN E-പാസ് എടുത്തിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. TN E-പാസ് ഇല്ലാത്ത വണ്ടികളെ അവർ തിരിച്ചു വിടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഈ കാട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ വളരെ കുറച്ച് സ്ഥലത്തെ റേഞ്ചുള്ളൂ. ഇവിടെ തീരെ റേഞ്ച് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇല്ല, എൻ്റെ എയർടെല്ലില്ല. ഇനിയിപ്പം ഉള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യണം. ഇവിടെ തീരെ റേഞ്ച് ഇല്ല. അപ്പോൾ TN E-പാസ് എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ്നാട് E-പാസ് എന്ന് അടിച്ചാൽ മതി. TN E-പാസ് എന്ന് അടിക്കുക. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫോം കിട്ടും. വേറെ ഒരു പ്രശ്നമില്ല, 2 സെക്കൻഡ് കൊണ്ട് ഫോം കിട്ടും. ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം. ഒന്നും പേ ചെയ്യേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. ഇനി പേ ചെയ്യണമെങ്കിൽ തന്നെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് മസനഗുഡി എത്തുന്നതിന് മുന്നേ ഒരു സ്പോട്ടുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുള്ളൂ. അവിടെ ഒരു 30 റുപ്പീസോ എന്തോ അത് ടോൾ എടുക്കുകയാണ് ചെയ്യുക. അല്ല, അതും നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് അടയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് വരുന്നവർ ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും, അവിടെ നിർത്തി അവർ എടുക്കാൻ പറയും. പക്ഷെ നമുക്ക് ഈ റേഞ്ച് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ പാനിക്കാവും. കാരണം നമ്മളൊരു ഫാമിലിയൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തത് ഇവിടം വരെ വന്നിട്ട് ഇവിടെ നിന്ന് ഈ സാധനം എടുക്കാൻ പറ്റാണ്ട് തിരിച്ചു വിടുന്നില്ല. എന്നാൽ പോലും ഒരു അരമണിക്കൂർ പാനിക്ക്, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് പാനിക്ക്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫാമിലീനായിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ മറന്നു ആദ്യം. ഞാനിപ്പം വെരി റീസെൻ്റ്ലി ഞാൻ ഫാമിലീനായിട്ട് വന്ന് അപ്പോൾ ഞാൻ മറന്നു. അങ്ങനെ ഞാൻ മറന്ന സമയത്ത് ഇവർ പറഞ്ഞ അപ്പുറത്ത് നിന്ന് എടുത്തെന്ന് പറഞ്ഞ് സംഭവം എന്തോ ഒരു ലക്കിന് ആ ടോളിൻ്റെ അവിടെ എയർടെല്ലിന് ചെറിയ റേഞ്ച് ഉണ്ടായിരുന്നു. ചെറിയ റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റേഞ്ച്. കുറേ നേരം നിന്ന് റീലോഡ് ചെയ്ത് ഒരാളുടെ പേരടിക്കുക, എല്ലാവരെയും പേരും ആധാർ നമ്പറും അടിക്കണം എന്ന് തോന്നുന്നു എനിക്ക്. അപ്പം അതൊക്കെ അടിച്ച് ഡൗൺലോഡ് ചെയ്ത് എനിക്കൊരു 15-20 മിനിറ്റ്. അപ്പം എൻ്റെ അപ്പുറത്തുനിന്ന് വേറൊരു പയ്യൻ വരുന്നത്. അവൻ ഇതേപോലെ എനിക്കൊന്ന് ഡൽഹിയിൽ നിന്ന് ഇവിടുന്ന് വന്നതാണ്. അപ്പോൾ അവന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻട്രി ചെയ്യാൻ പറ്റുന്നില്ല. എൻട്രി ചെയ്യുമ്പോൾ റിഫ്രഷ് ആവുന്നത്, അങ്ങനെ ഒരു സംഭവം. അങ്ങനെ അവൻ നമ്മളോട് നെറ്റ് തരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ നെറ്റ് കൊടുത്തിട്ട് പിന്നെ അവൻ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ. എന്നിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എൻ്റെ ഒരു അരമണിക്കൂർ അവിടെ എന്തായാലും പോയി. അപ്പോൾ അതേപോലെ നിങ്ങൾ വരുമ്പം ഇത് എടുക്കുക എന്നുള്ളത് ഉറപ്പിക്കുക. എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടെന്നുള്ളത് എന്തായാലും ഉറപ്പാക്കുക. കാരണം ഇല്ലെങ്കിൽ അത് ഇതാവും. ഡിവൈസ് ഓവർ ഹീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. എന്താ കാരണം എന്നറിയില്ല. ഞാൻ ഈ ചാർജർ അയച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇതാക്കാം. ഇത് റെക്കോർഡ് ആവുന്നില്ലേ? ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം റെക്കോർഡ് ആയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ മുഞ്ചി. റെക്കോർഡ് ആവുന്നുണ്ടോ? ഉണ്ട്. ചുവന്ന അതൊക്കെ കാണിക്കുന്നുണ്ട്. റെക്കോർഡ് ആയിട്ടില്ലെങ്കിൽ തീർന്നു പോനെ. ബന്ദിപ്പൂരിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളൂ. അടുത്തൊരു കാര്യം, എല്ലാവരും വ്ളോഗ് ഉണ്ടാക്കുന്ന ആൾക്കാരാട്ടോ. അപ്പം ഞാൻ അടക്കമുള്ള ആൾക്കാർക്ക് വ്ളോഗ് ഉണ്ടാക്കാനും മറ്റേ വ്ളോഗർ ആവാനും ഭയങ്കര ഇഷ്ടം വേറൊന്നും കൊണ്ടല്ല. അത് ആ ഫ്രീഡം ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ ഫ്രീഡം ടു ട്രാവൽ, അതാണ് ആൾക്കാരെ കൊണ്ട് അത് ചെയ്യിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലാതെ ആൾക്കാർക്ക് പിന്നെ ഒരു സ്ട്രക്ചേർഡ് എൻവയോൺമെൻറ്റിൽ വേറൊരുത്തൻ്റെ കീഴിൽ പണിയെടുക്കാൻ ആർക്കും താല്പര്യമില്ല. ആർക്കും മറ്റൊരാളുടെ ചീത്തയൊക്കെ താല്പര്യം ഉണ്ടാവുക. ബേസിക് അതാണ്. അപ്പോൾ എന്നെപ്പോലുള്ള എല്ലാവരും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ശരി ഞങ്ങൾ മറ്റേ ഇതെടുക്കട്ടെ ജോലി എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മറ്റേ ജോലി എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇതിലിറങ്ങുന്നത്. ബട്ട് ദെൻ ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. അവർക്ക് ഒരു നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നല്ലോണം ആൾക്കാർക്ക് റീച്ച് ആക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ then it is a beautiful thing. അവർക്കും അതെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. they can also be a part of എന്താണെന്ന് പറയുക ഒരു ഫ്രീലാൻസിങ്. അപ്പോൾ അവർക്ക് വേറെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാം, അവർക്ക് ട്രാവൽ ചെയ്യാം, ഇതേപോലെ ഒരു സൈഡ് ഹസിലിലൂടെ കുറച്ച് പൈസ ഉണ്ടാക്കാം. വൺ ഗുഡ് തിങ് നോ. എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് ലൈക്ക് കിട്ടിയിട്ട് എനിക്കും അതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ. ബട്ട് ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഐ ഹാവ് ടു പുട്ട് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്ട്. സ്ഥിരമായിട്ട് വീഡിയോ ഇടുക, അല്ലെങ്കിൽ കൺസിസ്റ്റൻസിയാണ് എല്ലാത്തിനും പ്രധാനം. ഈവൻ യൂട്യൂബ് ചെക്ക് ഫോർ ദാറ്റ് ഓൺലി. യൂട്യൂബ് ഫൈൻഡ്സ് പീപ്പിൾ കൺസിസ്റ്റൻറ്റ് മോർ ഇൻട്രസ്റ്റിംഗ്. കാരണം ഇഫ് യു ആർ നോട്ട് കൺസിസ്റ്റൻറ്റ് യൂട്യൂബ് ഓൾസോ വോണ്ട് സപ്പോർട്ട് യു. നിങ്ങളുടെ വീഡിയോസ് മറ്റുള്ളവരുടെ ഫീഡിൽ പോപ്പപ്പ് ചെയ്യില്ല, അല്ലെങ്കിൽ അത്രയും ആൾക്കാരിലോട്ട് റീച്ച് ആവില്ല. സോ വൺസ് യു ആർ കൺസിസ്റ്റൻറ്റ് ദേ ആർ ലൈക്ക് ഓക്കെ വി ഹാവ് എ കൺസിസ്റ്റൻറ്റ് പേഴ്സൺ വർക്കിംഗ് ഫോർ അസ്, ബിക്കോസ് ദേ ആർ ഓൾസോ സെല്ലിങ് ഇൻ്റർനെറ്റ്, വി ആർ ഓൾസോ സെല്ലിങ് സംതിങ് ഇൻ ഇൻ്റർനെറ്റ്. സോ അവർക്ക് ഇൻ്റർനെറ്റിൽ എന്തെങ്കിലും വ്യൂവർഷിപ്പ് കിട്ടിയാൽ മാത്രമാണ് ദേ ഹാവ് എ കോൾ. കാരണം അവർക്കും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പൈസ എന്തെന്ന് കിട്ടുന്നോ അതിൽ നിന്നാണല്ലോ അവർ പ്രൊമോട്ട് ചെയ്യുള്ളൂ, അതിനെ അവർ പ്രൊമോട്ട് ചെയ്യുള്ളൂ. സോ നിങ്ങളുടെ കണ്ടൻറ്റ് വിറ്റ് പോകുന്നില്ല, അല്ലെങ്കിൽ ആൾക്കാർ കാണുന്നില്ല എന്ന് കാണുന്ന സമയത്ത് obviously they will not sell it, they will not promote it. What they will do is
അവർ പ്രൊമോട്ട് ചെയ്യും. ബട്ട് ദെൻ ഡിപ്പെൻഡിങ് ഓൺ ദ ക്ലിക്ക്, നമ്പർ ഓഫ് ക്ലിക്സ്, എത്ര ക്ലിക്ക് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോൻ്റെ എൻഡ് വരെ കാണാൻ നോക്കുക. ആനിമൽസും കാര്യങ്ങളൊക്കെ സ്പോട്ട് ചെയ്യുന്നത് ചിലപ്പം ബന്ദിപ്പൂർ സൈഡിൽ അവിടെ എൻഡിലായിരിക്കും. കാരണം വൈകുന്നേരമായി, 4 മണിയായി ഇപ്പോൾ ഓൾറെഡി. സോ വിൽ ബി റീച്ചിങ് ബാംഗ്ലൂർ ഇൻ അനദർ 4 hours. സോ 8 o'clock ബാംഗ്ലൂർ 8 o'clock എത്തുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും. അത് വേറെ കാര്യം. ആ സൈഡിൽ നിന്ന് വരുന്ന വണ്ടിയാണ് സഫാരി ജീപ്പ്. വലിയ കാര്യമൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നത്, കാരണം ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് കാരണം സഫാരിക്ക് പോയിട്ട് ആനിമൽസെ കാണേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോൾ ഇവിടുന്ന് ആകെ കാണാത്ത ടൈഗറിനെയും അല്ലെങ്കിൽ ലെപ്പേർഡിനെയും മാത്രമാണ്. ഇത് രണ്ടും കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ, കരടീനെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. എൻ്റെ വണ്ടീൻ്റെ നേരെ മുന്നിൽ കരടി പാസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. എൻ്റെ നേരെ മുന്നിൽ. ഞാൻ ഒരു ദിവസം നാട്ടിലോട്ട് പോകുന്ന സമയത്ത് ഒരു 4 മണി 5 മണി സമയത്ത് ഇതേപോലെ കാട്ടിൽ കയറിയിട്ടുള്ളൂ. ആ സമയത്ത് കരടി നേരെ വന്നിട്ട് വണ്ടിയുടെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പം അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ വീഡിയോ വളരെ ക്ലോസ് എൻകൗണ്ടർ ചെയ്യുന്നത്. പുള്ളി പക്ഷേ നമ്മളെ മൈൻഡ് ചെയ്തില്ല കേട്ടോ. പുള്ളിയുടെ ഇതായിട്ട് പാട്ടൊക്കെ പാടി എൻ്റെ ബാലക്കരടീനെ പോലെ തന്നെ മറ്റേ ഹണിയോ അല്ലെങ്കിൽ എവിടെയാണ് ചതൽപ്പറ്റുള്ളതെന്നൊക്കെ നോക്കിയിട്ട് പുള്ളി ചില്ലായിട്ടാണ് പോയത്. അത് ഞാൻ ഇടാം, വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതേപോലെ ഇത് ബൈസൺ ഇതേപോലെ വെരി ക്ലോസ് എൻകൗണ്ടേഴ്സ്. അമ്മയൊക്കെ ഒരു ദിവസം കാറിലിരിക്കുമ്പം ഞാനൊരു തിരിഞ്ഞതും നേരെ ബൈസൺ മുന്നിൽ. റിവേഴ്സ് എടുക്കുക എന്നല്ലാണ്ട് വേറൊരു ഓപ്ഷനും ഇല്ല. കാരണം അജാതി ഒരു സാധനം. ആൻഡ് അതിൻ്റെ നോട്ടം കണ്ടിട്ട് വീട്ടുകാരൊക്കെ ആകെ സ്കേഡായി, കുറച്ചൊന്ന് പേടിയായി. അവർ നമ്മളോട് നിങ്ങൾ എന്താണ് സംഭവം, നമ്മളെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു മൂടിക്ക് ആയി അവർ. ഞാൻ പറഞ്ഞൊന്നും ചെയ്യൊന്നുമില്ല, ഇതൊക്കെ ഇവിടെ നോർമലാണ്. പക്ഷേ എന്നാലും ഒരു സേഫ് സൈഡിന് നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ റിവേഴ്സ് എടുത്ത് പോയി. കാരണം അത് വഴി തെറ്റിപ്പോയതാണ്. റിസോർട്ടിലേക്ക് പോകുന്ന വഴി തെറ്റി വേറൊരു വഴി കൂടെ പോയി. അതൊരു ഉൾക്കാട്ടിലിൻ്റെ സൈഡിലെത്തി. അത് ഊട്ടിയിലല്ല, കൂനൂർ സൈഡിലായിട്ടാണ് എത്തിയത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്, നൈറ്റ് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് എനിക്ക് ദ സൈഡ് എന്ന് പറയുന്നത്. ദിസ് പാർട്ട് ഓഫ് ദ കൺട്രി അല്ലെങ്കിൽ ദിസ് ജംഗിൾ അല്ലെങ്കിൽ ദിസ് ഫോറസ്റ്റ് ഇസ് ആക്ച്വലി വൺ ഓഫ് ദ ബെസ്റ്റ് place I have ever been to. I have been in. I have a lot of memories with my bikes, with my cars, with family, with friends, അങ്ങനെ with my wife, my ex girlfriend. അതും എൻ്റെ വൈഫിനെ കേട്ടോ. ഇപ്പം വൈഫ് ആയതുകൊണ്ട് എക്സ് ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്ന സ്ഥലമാണിത്. ആർക്കെങ്കിലും പോകണമെങ്കിൽ അവർ പോയിക്കോട്ടെ എന്നുള്ളതുകൊണ്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് കൊണ കാണിച്ചു കൊടുത്താൽ ഞാൻ എൻ്റെ കൊണ അറിയാമല്ലോ, അപ്പോൾ അത് കാണിച്ചു കൊടുക്കാം. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കാട്ടിൽ കൂടെ ഭയങ്കര സ്പീഡ് ചെയ്ത് പോകുന്നതിനെ കുറിച്ചിട്ട് യാതൊരു താല്പര്യമില്ലാത്ത ആളാണ്. കാരണം കാട്ടിൽ എപ്പോഴാണ് എന്താണ് വരിക എന്നറിയില്ല. കാരണം നമ്മളിപ്പോൾ ഇന്നാളെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു പന്നീനെ, ഒരു വൈൽഡ് ബോറിനെ ഇടിച്ച് തെറിപ്പിച്ച് തലയൊക്കെ പൊട്ടിച്ച് ആകെ ചത്തടക്കുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതേപോലെ ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ കുരങ്ങിനെ ലൈവായിട്ട് ഇടിക്കുന്നത്. നമ്മൾ ആ മാൻ ഇടിച്ച് വീണ് നടക്കുന്നൊരു ചെറിയ മാൻകുട്ടി ഇടിച്ച് വീണ് നടക്കുന്നൊരു ഇത് ഇങ്ങോട്ട് വരുമ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പം അങ്ങനൊരു സീൻ കണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് വെരി ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. കാരണം നമ്മൾ ഇത്രയും ഒരു ഉഷാറായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാ പ്രാവശ്യം പോകുമ്പം ആ വോട്ട് എന്തിനെ കാണുമോ അടിപൊളി. എവറി ടൈം ഇറ്റ് ഫീൽസ് ലൈക്ക് എ ന്യൂ എക്സ്പീരിയൻസ്. ഇറ്റ് ഫീൽസ് ലൈക്ക് എ ഫ്രഷ് എക്സ്പീരിയൻസ്. കാരണം ഐ നോ വാട്ട് ഈസ് ഇൻസൈഡ് ദിസ് ഫോറസ്റ്റ്, ബട്ട് സ്റ്റിൽ നമുക്ക് പോകുമ്പം ഇറ്റ് ഈസ് ഓൾവേസ് എ ഫ്രഷ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഭയങ്കര ഒരു റിഫ്രഷിങ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. ഒന്ന് റിഫ്രഷ് ആവാനുണ്ട് കേട്ടോ. എപ്പം എത്ര ഹെക്ടിക് ആണെങ്കിലും എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഒന്ന് റിഫ്രഷ് ആവണമെന്ന് തോന്നുമ്പം ദ ഫസ്റ്റ് തിങ് അല്ലെങ്കിൽ ദ ഫസ്റ്റ് പ്ലേസ് ദാറ്റ് കംസ് ടു മൈ മൈൻഡ് ഇസ് ലൈക്ക് ദിസ്. ഞാൻ ജിയോ മറ്റേ ഗൂഗിൾ മാപ്പിൻ്റെ മറ്റേ സാധനമാണെന്ന് മറ്റേ ക്യാപ്ചർ ചെയ്ത് പോകുകയാണെന്ന് വിചാരിച്ചു. പുള്ളി അത് ചെയർ മണ്ടയിൽ വെച്ച് പോകുക. അതിൻ്റെ നടുക്കൊരു സ്റ്റെബിലൈസർ പോലൊരു സാധനം വെച്ചിട്ട് എന്തിനാണോ തുടങ്ങി. കേരളക്കാരനാണ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാ ഫീഡ് ചെയ്യുന്നവരെ ഇത് തുറന്നു കൊടുത്തിട്ട് ഫീഡ് ചെയ്യരുത്. പിന്നെ പ്ലസ് പ്ലാസ്റ്റിക് ഒരിക്കലും ഫീഡ് ചെയ്യരുത്. പാവങ്ങളാണ് ആനിമൽസും.
എങ്ങനെ ഉണ്ടാവും? നമ്മളും പ്ലാസ്റ്റിക് തിന്നുള്ള പേടിയുടെ എങ്ങനെ ഉണ്ടാവും? അതേപോലെ തന്നെ എല്ലാവർക്കും അവർ ഡെയിലി കഴിക്കുന്ന ഫുഡാണത്. അപ്പോൾ ഡെയിലി കഴിക്കുന്ന ഫുഡിൻ്റെ അവിടെ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് ആൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഇവിടെ ആൾക്കാരുണ്ട് ഇവിടെ. യെസ് സർ, ബാക്ക് ഇൻ ആക്ഷൻ. താങ്ക് യു. അതിൻ്റെ ഇടയിൽ ചെറിയൊരു അബദ്ധം പറ്റി. മറ്റേ ബന്ദിപ്പൂരിക്ക് കയറുന്ന സമയത്ത് ചാർജ് കഴിഞ്ഞു. എനിക്കറിയില്ല അത് കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല, നോക്കണം. നല്ലൊരു രസമുള്ള എന്താ പറയുക വ്യൂ ആണത്. നമ്മളുടെ ആ ബ്രിഡ്ജ് അങ്ങനെയാണ് കയറി വന്നിട്ട് നേരെ എനിക്ക് തോന്നുന്നു ഞാൻ കാറുന്നത് ചാർജ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് എന്താണെന്ന് പറയുക, നമുക്ക് കുറച്ചൊരു ഹീറ്റാവാനും ചാർജ് കുറച്ച് ഇറങ്ങും ഒക്കെ ചെയ്യുമെന്ന് തോന്നുന്നു. ഹീറ്റായതാണ് പ്രശ്നം. അപ്പോൾ ബാറ്ററി ഹീറ്റായപ്പം പെട്ടെന്ന്, പിന്നെ മാത്രമല്ല ഇതിൽ വല്ലാണ്ട് നേരം നിൽക്കില്ല. ഒരു 45 to 1 hour ഒക്കെയാണ് മാക്സിമം ബാറ്ററി ലൈഫ് കിട്ടുള്ളൂ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ചാൽ. പിന്നെ അത് മാത്രമല്ല മറ്റേ 9 minutes to 10 minutes വീഡിയോസായിട്ട് കട്ടായിട്ടാണ് വരിക. അപ്പം അത് അങ്ങനെ തന്നെയാണോ എല്ലാവർക്കും എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ആണെങ്കിൽ പ്ലീസ് ഡ്രോപ്പ് എ മെസ്സേജ്. പിന്നെ എന്താ പറയുക, കരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ആൾക്കാർ, മറ്റേ ഫോറസ്റ്റുകാർ കത്തിച്ചു തുടങ്ങിയിരിക്കുന്നു സൈഡല്ലെങ്കിൽ കത്തിക്കും. അത് നമ്മൾ ഈ പോകുന്ന ആൾക്കാർ എന്തെങ്കിലും സിഗരറ്റോ വീഡിയോ എന്തെങ്കിലുമൊക്കെ വലിച്ചിട്ട് ഇതിലോട്ട് ഇട്ടിട്ട് ഫോറസ്റ്റ് ഫയർ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ മറ്റേ സൈഡൊക്കെ കത്തിച്ചിരുന്നത്. കാരണം അത്രയും ഭാഗത്ത് പ്രശ്നം ഒഴിഞ്ഞിട്ടുമല്ലോ. അങ്ങനെ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ വിശ്വാസം. നേരത്തെ റെക്കോർഡ് ചെയ്തായോ എന്നുള്ളത് ചെറിയൊരു ഡൗട്ടുണ്ട്. എന്തായാലും നാളെ റിപ്പബ്ലിക് ഡേ ആണ്, 26th of Jan. അപ്പം ലോട്ട്സ് ഓഫ് വെഹിക്കിൾസ് ആർ കമ്മിങ് ഇൻ. ഈ താർ റോക്സ് വളരെ കിടിലമായിട്ടുണ്ട്. ആൻഡ് ഞാനത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് എടുത്താൽ കൊള്ളാമെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു വണ്ടിയിലൊന്ന് താർ റോക്സ് ആണ്. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇറ്റ് ഈസ് ഗോണ കോസ്റ്റ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഗോണ ഫീൽ ലൈക്ക്. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ കണ്ടു വണ്ടി. പക്ഷേ ഞാൻ ഓടിച്ചു നോക്കാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല. കാരണം he was too busy. His family was too busy. So I was like, I will ask him how much it cost, how much is the maintenance and everything. And once it is very reliable and I think ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാം പുറത്തത്തെ വണ്ടികളാണ്. ഇന്ത്യൻ വണ്ടികൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഉപയോഗിച്ചിരിക്കുന്നത് അധികവും വന്നു കഴിഞ്ഞാൽ ഒന്ന് ഫോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്, പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത് മറ്റേ ഫോക്സ് വാഗനാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 6-7 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഫോക്സ് വാഗനാണ്. ആൻഡ് റിലയബിലിറ്റി ഈസ് ഗുഡ്, ക്വാളിറ്റി ഈസ് ഗുഡ്, ഡ്രൈവിംഗ് കംഫർട്ട് ഈസ് നെക്സ്റ്റ് ലെവൽ. സോ ഇത് മൂന്നും കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചത് ഒരു പോളോ ആയിരുന്നു ഫോക്സ് വാഗൻ്റെ. അത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇതാ വീണ്ടും എന്താണെന്ന് പറയുക ഒരു ടൈഗൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൊടുത്തിട്ട് വേറൊരു വണ്ടി കൂടെ വാങ്ങണം എന്നുണ്ട്. എനിക്കിപ്പോൾ പോയ വണ്ടികളൊക്കെ കണ്ടിട്ട് അതൊരു ക്യാമ്പർ വണ്ടികളെ പോലെയാണ് അവർ മോഡിഫൈ ചെയ്തില്ല. പക്ഷെ ക്യാമ്പ്സ് ഒന്നും കാണുന്നില്ല വില. മേ ബി ദേ ഹാവ് ടെൻസ് ആൻഡ് എവറിത്തിങ് ഇൻസൈഡ് ദ കാർ. ആൻഡ് ഈവൻ മൈ daughter is like growing up. She is only 1.5 now. So I also want to do multiple trips and everything. അവളെ കൊണ്ട് പോകാനും എവിടെയെങ്കിലും പോയിട്ട് സ്റ്റേ ചെയ്യുക, ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, അവർക്കെല്ലാം ക്യാമ്പ് ചെയ്യാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, മേക്ക് സം ഫുഡ്, ഒന്ന് കറങ്ങുക, ചുറ്റിത്തിരിയുക, ഒരു ഫാമിലി ടൈം കൈൻഡ് ഓഫ് എ തിങ്. ആഗ്രഹമുണ്ട്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ഗോണ ഹാപ്പൻ. പക്ഷേ അത് ടൈഗൺ വെച്ച് നടക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. ടൈഗൺ വെച്ച് നടക്കും. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ സ്പേസ് ഒക്കെ ഉള്ള, ഈവൻ ഇഫ് യു ആർ ക്യാമ്പിങ്, ഐ ഡോണ്ട് വോണ്ട് ടു സ്ലീപ്പ് ഔട്ട്സൈഡ് ദ കാർ. കാരണം ദാറ്റ് ഈസ് ടു റിസ്കി. കുട്ടീനെ വെച്ചിട്ട് ഞങ്ങൾ രണ്ടാലും മാത്രമേ ഉള്ളെങ്കിൽ ദാറ്റ് മേക്ക് സെൻസ്. പക്ഷെ അല്ലെങ്കിൽ ദാറ്റ് ഈസ് ടു റിസ്കി. ആരോ അവരുടെ ഫാമിലിയിലത്തെ ആരോ കണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു കൂട്ടാനകൾ നിൽക്കുന്നുണ്ട്. അതാണ് സംഭവം. ഒരു കൂട്ടാനകൾ. യെസ്, ഇതും ഈ പറഞ്ഞ പോലെ ഒരു സ്പോട്ടാണ് സ്ഥിരമായിട്ട്. അതായത് നമ്മൾ ആ ലേക്ക് ഒരു മൈലിനൊക്കെ പിന്നെ ഇപ്പോൾ നാട്ടിൽ തന്നെ കാണാം, വീട്ടിൽ തന്നെ ഫുള്ള് മൈലാണ്. അതേപോലെ വൈൽഡ് ബോറിനെ കാണാം. വൈൽഡ് ബോർ ഭയങ്കര നല്ല സാധനമാണ്. ഈ തേറ്റ എന്ന് പറയുന്ന സാധനം, അതായത് അതിൻ്റെ കൊമ്പുള്ള ഒരിതാണ്.
നമ്മളിങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലേ. നേരത്തെ 2 മൈനേനെ കണ്ടെന്ന് പറയേണ്ട ശേഷം ഇപ്പോൾ ഫുൾ ഒറ്റ മൈനയാണല്ലോ. ഒരു കൂട്ടമായിട്ടിരുന്നു ശരാ. അവിടെ ഒരു കുരങ്ങൻ്റെ കുട്ടിയായിരിക്കണം കേട്ടോ. ഇവിടെ ഈ സൈഡ് മൊത്തം കത്തിച്ചിട്ട് ഇവിടെ മൊത്തം കരിയാണ്. ഈ കുരങ്ങൻ്റെ കുട്ടീനെ കരിങ്കുരങ്ങിനെ പോലെ ഉണ്ട് കാണാൻ. സത്യം പറഞ്ഞാൽ മറ്റേ കുരങ്ങാണ്, സിംഹവാലൻ കുരങ്ങൻ്റെ കുട്ടിയാണ്. പക്ഷെ കരിങ്കുരങ്ങിനെ പോലെ ഉണ്ട് കാണാൻ. ഫുള്ള് കരിയിൽ കിടന്ന് കളിച്ചിട്ട് കറുത്തിരിക്കുന്നത്. അതിൻ്റെ അമ്മ വന്നിട്ട് അതിനെ ഫുൾ ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ തുടച്ചിട്ട് മറ്റേ നക്കിയിട്ടൊക്കെ. അങ്ങനെ ബന്ദിപ്പൂർ ഫോറസ്റ്റും കഴിയാനായി. ബന്ദിപ്പൂർ ഫോറസ്റ്റ് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇതാകെ വളരെ ചെറിയ ഫോറസ്റ്റ്. ആദ്യമൊക്കെ ഞാൻ പോയിരുന്ന സമയത്ത് എനിക്ക് കൂടുതൽ ഭയങ്കര നീളമുള്ള പോലെയും കുറച്ചും കൂടെ സ്കെയറി ആയിരുന്നു ഇവിടെ ഫോറസ്റ്റ്. കാരണം ഇത്രയും തിരക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 2 കിലോമീറ്റർ സ്ട്രെച്ചിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ബൈക്കായിട്ട്. അന്ന് ഫുള്ള് ബൈക്കാണ്. അന്ന് കാറെന്ന് പറഞ്ഞ സംഭവം ഞാൻ യൂസ് ചെയ്യൂല. എൻ്റെ കയ്യിൽ അന്ന് കാറില്ല ഇനിയും. അപ്പം ഞാനെല്ലാം എപ്പോഴും ബൈക്ക് എടുക്കുക. ബൈക്ക് എന്ന് പറഞ്ഞാൽ ഏത് ബൈക്കാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ, അല്ലാണ്ട് നമ്മൾ ഇന്ന ബൈക്ക് മാത്രം ഓടിക്കുള്ളൂ എന്നുള്ള സീനൊന്നുമില്ല. മാത്രമല്ല 2019 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് മറ്റേ ഇവിടെ കാട് കത്തി കുറേ ആനിമൽസ് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഇത് കൂടെ പാസ് ചെയ്യുകയാണ്. അപ്പം നമ്മളിങ്ങനെ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ, അതായത് ഗുണ്ടൽപേട്ട് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം എന്ത് ഒരുപാട് ആനിമൽസ് ഇങ്ങനെ ഒരുപാട് ആനിമൽസ് ഇങ്ങനെയാണ്. ഒരുപാട് പുക ഇങ്ങനെ പൊങ്ങുന്ന പോലെ കാണാം. ഒരുപാട് പുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലൗഡ് ബെഡ് പോലെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നിട്ട് നിർത്തിയവൻ വീഡിയോ എടുത്താ. ആക്ച്വലി ഫസ്റ്റ് എടാ ഈ സമയത്ത് അവിടെ ക്ലൗഡ് ബെഡ് എന്നുള്ള സീനിൽ അവൻ വീഡിയോ എടുത്ത് നമ്മൾ വീഡിയോയും കൊണ്ട് ഇങ്ങനെ അടുത്തേക്ക് വരുന്തോറും പിന്നെ നമുക്ക് മനസ്സിലായി ഈശ്വര ഇത് വീഡിയോ മറ്റേ ക്ലൗഡ് ബെഡ് അല്ല, തീ പിടിച്ചാന്ന്. അങ്ങനെ നമ്മൾ മറ്റേ എൻട്രൻസിൽ വന്ന് നിർത്തിയപ്പോൾ എൻട്രൻസ് മുതലാണ് കത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ആരോ എന്തോ ഇട്ടതോ അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ എങ്ങനെയോ തീ പിടിച്ചതൊക്കെയാണ്. അങ്ങനെ തീ പിടിച്ച് അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഫുൾ സീൻ. എന്നിട്ട് എന്താന്ന് പറയുക, നമ്മളോട് പറഞ്ഞു ഇവിടെ നിൽക്കണ്ട, അവിടെ ഫുൾ ഫോറസ്റ്റുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം തന്നെ നമ്മളോട് പറഞ്ഞു ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ വിട്ടോന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ഇറങ്ങിപ്പോന്ന്. അങ്ങനെ പിറ്റേ ദിവസം പേപ്പറിലല്ല, പിറ്റേ ദിവസം അല്ല, അന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പിറ്റേ ദിവസം പേപ്പറിൽ നോക്കുമ്പോണ്ട് വൺ തീപിടുത്തം, അതിൽ കുറേ മൃഗങ്ങളൊക്കെ ഇതായിട്ടുണ്ട് എന്നൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അത്രയും മൃഗങ്ങൾ അന്ന് പ്രചരിപ്പിച്ച വീഡിയോ ആക്ച്വലി ഫേക്ക് ആയിരുന്നു. കാരണം അത് ഇവിടുത്തെ ആയിരുന്നില്ല. കാരണം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി അറിയാം. ആൻഡ് എത്ര ദൂരം വരെ തീ പിടിച്ചു എന്നുള്ളതൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നത് ഭയങ്കര ഫേക്ക് ആയിരുന്നു. പക്ഷെ നമ്മൾ കണ്ടതുകൊണ്ട് നമുക്ക് ഏകദേശം എത്ര ദൂരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്ര ആനിമൽസ് ഒന്നും ചത്തിട്ടോ അങ്ങനത്തെ വീഡിയോസൊന്നും. കാരണം അത് നമ്മളിവിടുന്ന് വരുമ്പം അത് തീ പിടിച്ച് ഏകദേശം കഴിയാനായിരിക്കുന്നു. അപ്പം തന്നെ ആകെ കുറച്ച് ദൂരെ തീ പിടിച്ചിട്ടുള്ളൂ. പക്ഷെ നാശം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആനിമൽസ് പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ല, പക്ഷെ വല്ലാണ്ടൊന്നുമില്ല. അതേപോലെ ഞാൻ ഇവിടുന്ന് പിന്നെ കണ്ടിട്ടുള്ള മറ്റേ സാധനമാണ് കലമാനെ കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റേ സാധനം ഉണ്ടല്ലോ, എന്താണ് നോർമൽ മാൻ ഉണ്ടല്ലേ, നോർമൽ മാനല്ല, മറ്റേ എന്താണ് അതിൻ്റെ പേരെന്താ പറയുക, മ്ലാവ് എന്ന് പറയുന്ന സാധനം. മ്ലാവിന് പിന്നെ അപ്പുറത്ത് നമ്മളങ്ങോട്ടൊക്കെ പോയാൽ മ്ലാവിനെ കുറേ കൂടെ കാണാം. പക്ഷെ ഇവിടെ അങ്ങനെ അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് വലിയൊരു സാധനം മ്ലാവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു ആന ഫാമിലി ഉണ്ടായിരുന്നു കുറച്ച് കാലം സ്ഥിരമായിട്ട്. അപ്പം ഞാൻ എല്ലാ മാസവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇവരുടെ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മൾ പോകുമ്പം ഒരു ആനക്കുട്ടി നമ്മളെ വണ്ടിയുടെ മുന്നിൽ കൂടെ തീരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഓട്ടം. അപ്പോഴാണ് നമ്മൾ ഈശ്വര അതാണ് എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് പാസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മറ്റേ അതിനെ കണ്ട് പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ വീണ്ടും അതിൻ്റെ ഫുൾ ഫാമിലീനെ കണ്ടു. അപ്പം 4 ആനക്കുട്ടികളും 2 എന്താ പറയുക പാരൻസും പിന്നെ വേറൊരു പിടിയാനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ടീമിനെ കണ്ട്. പിന്നെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമുക്ക് മനസ്സിലാവും അവരുടെ ഡെവലപ്മെൻറ്റ്സ്. അവരിത്ര വലുതായി ഇപ്രാവശ്യം. അങ്ങനെ പല സ്റ്റേജസ് ആയിട്ടുള്ള അവരുടെ ഫോട്ടോസ് തന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെയും വൈഫിൻ്റെയും ഫോണിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നത്. അപ്പം അതാണ് എല്ലാ പ്രാവശ്യവും ബന്ദിപ്പൂർ അല്ലെങ്കിൽ മസനഗുഡി വഴിയൊക്കെ പോകുമ്പോൾ നമ്മൾ വെറുതെ പോകുന്നില്ല. എവറി ടൈം യു വിൽ ഗെറ്റ് ടു സീ സംതിങ് ന്യൂ അല്ലെങ്കിൽ ഫീൽ സംതിങ് ന്യൂ എന്ന് പറയുന്ന പോലെ. അതായത് ഈ പോയിന്റ്, അതായത് നമ്മളുടെ ഒരു ജംഗ്ഷനാണ് ആക്ച്വലി.
ഈ പോയിന്റിൽ, എക്സാക്ട് ഈ പോയിന്റിൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ തിരിഞ്ഞതും ആ ലോറി കിടക്കുന്ന, അവിടെ ഒരു ലോറി കിടക്കുന്നുണ്ട്, ആ ലോറി കിടക്കുന്നത് കാണുന്നുണ്ടെന്നറിയില്ല, അവിടെ വെച്ചിട്ട് ഒരു കരടി എന്നെ ക്രോസ് ചെയ്ത് നേരെ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് കരടി അവിടെ സ്റ്റില്ലായിട്ട് ഇങ്ങനെ കുറച്ച് നേരം നിന്നു. അപ്പോഴേക്കും ഞാൻ ക്യാമറ എടുത്ത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും പുള്ളി എൻ്റെ വണ്ടിയുടെ സൈഡിലോട്ട് വന്ന് വണ്ടിൻ്റെ സൈഡിൽ കൂടെ വളരെ ഹാപ്പി ആയിട്ടും ഈസി ആയിട്ട് ചില്ലായിട്ട് വളരെ ഹായ് എന്തൊക്കെയാണ് വിശേഷം എന്നുള്ള മൂഡിൽ പുള്ളിയുടെ പാട്ടിന് പോയി. ഞാൻ എൻ്റെ പാട്ടിന് നേരെ വണ്ടി എടുത്ത് പോയി. കാരണം പുള്ളിനെ ഒരുപാട് നേരം കിട്ടിയായിരുന്നു എനിക്ക് റെക്കോർഡ് ചെയ്യാൻ. അതേപോലെ ഒരുപാട്, അതായത് നമ്മൾ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാത്ത ഒരുപാട് നല്ല ഷോർട്ട്സ് എനിക്ക് ആക്ച്വലി ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കണ്ണിൽ ഇങ്ങനെ കണ്ടിട്ടുള്ള നമ്മൾ ചില ഷോർട്ട്സ് ഒക്കെ കാണില്ലേ, ഈ ഫുൾ കാട്ടിൻ്റെ ഉള്ളിൽ ആനേൻ്റെ പുറത്ത് ഇങ്ങനെ മണ്ണ് വെച്ചിട്ട് ആന തുമ്പിക്കൈ പൊന്നിച്ച് വെക്കുന്നൊരു സീനൊക്കെ, അതേപോലത്തെ ഒരു സീനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ ക്യാമറയോ അല്ലെങ്കിൽ വേറെയുള്ള സ്റ്റഫൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോൺ എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അന്ന്. കാരണം അന്ന് ബൈക്കിലാണ് യാത്ര. അപ്പം ഞാൻ എൻ്റെ ഫോൺ എപ്പോഴും ഈ കാലിബ്രേഷൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് ഇഷ്യൂ വരുന്നൊക്കെയുള്ള സീൻ പണ്ട് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എപ്പോഴും പോക്കറ്റിലാണ് വെക്കുന്നത്. അപ്പോൾ ഈ പോക്കറ്റിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇവിടെ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്, എനിക്ക് ഒന്ന് റോഡ് പണി തുടങ്ങിയിട്ടുണ്ടെന്ന് ഈ ഏരിയയിൽ. അതായിരിക്കണം. ഇഷ്ടമുള്ള സ്ഥലമുണ്ട് ഇവിടെ ഇറക്കാൻ, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നാലും ആൾക്കാർ ഇറക്കി കൊടുക്കില്ല. നമുക്ക് ഇറക്കാൻ പറ്റിയൊരു വണ്ടി കണ്ടിട്ടോ, പോളാണെങ്കിൽ ഇറക്കില്ല. ഞാൻ നേരെ തള്ളിരിച്ചു പറയും, എന്ത് മെച്ചന്മാർ ഇത്ര സ്ഥലമില്ലാത്തടത്ത് വന്നിട്ട് റോഡ് പണി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും. പക്ഷെ ഇപ്പം നമ്മളെന്ത് പറഞ്ഞാലും നമുക്ക് വണ്ടി ഇറക്കാം, സുഖമായിട്ട് ഗേറ്റെടുത്ത് പോകാം. അങ്ങനെയൊക്കെയുള്ളൊരു ഉപകരണമുണ്ട് കേട്ടോ ടൈഗണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ആവശ്യത്തിനുണ്ട്, നീറ്റാണ് വണ്ടി, അങ്ങനെ അടിയായിട്ടൊന്നുമില്ല. നല്ലോണം ലഗേജും നല്ലോണം ആൾക്കാരും കയറി കഴിഞ്ഞാൽ അടിയാട്ടും, അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ നോർമൽ ഒരു കാറിൻ്റെ ലെവലിലോട്ട് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയും. കാരണം ഞാൻ 5 ആളെയും അവരുടെ ഫുൾ ലഗേജും വെച്ചിട്ട് ഞാനിപ്പോൾ നാളെ എവിടെ പോയപ്പോൾ നല്ലൊരു ഹമ്പ്, നല്ല വലിയൊരു ഹമ്പ് അത് വന്നപ്പം ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട്, അത് എവിടെ തട്ടിയതെന്ന് തന്നെ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്നാലും വളരെ ചെറുതായിട്ട് അടി തട്ടി. വളരെ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ. ഞാൻ പലപ്പോഴും ആൾക്കാരെ മറ്റേ വണ്ടിയിലൊക്കെ കയറ്റാറുണ്ട്, കാറിലൊക്കെ. ചിലപ്പം ഇതേപോലുള്ള ഫോറസ്റ്റ് വർക്കേഴ്സിനും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ കാറിലൊക്കെ കയറ്റാറുണ്ട്. അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് കിട്ടിയ സൗകര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും കൊണ്ട് ഹാപ്പിയാണ്. പക്ഷെ അവർക്ക് ഇനിയും സൗകര്യങ്ങൾ കിട്ടണമെന്നുണ്ട് അവർക്ക്. പക്ഷെ ഉള്ള സൗകര്യം കൊണ്ട് അവരെന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ഭയങ്കര രസമാണ്, കാട് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു മൂഡാണ്. ആൻഡ് ദേ ആർ താങ്ക്ഫുൾ ഫോർ ദ ഫോറസ്റ്റ് ആക്ച്വലി. അവർ ഈ കാട് ഇവിടെ നിലനിർത്തണം, അല്ലെങ്കിൽ ഇവിടെ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്സ് ആണ്, ഇങ്ങനെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. മറ്റേ ഹൈവേ അല്ലെങ്കിൽ 24 hours ഓപ്പൺ ആക്കി കൊടുക്കണം എന്നുള്ളതിനൊക്കെ എതിരുള്ള ആൾക്കാരാണ്. കാരണം ഇത് അവർ ജനിച്ചു വളർന്ന സ്ഥലമാണിത്. കാരണം ഇവിടുത്തെ ആൾക്കാരാകും അധികം ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും. അപ്പോൾ അവർ ജനിച്ചു വളർന്ന സ്ഥലത്ത് അവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുള്ള ഒരു സ്ഥലത്ത് അതിനെ വെട്ടിമുറിച്ച് ദേ വോണ്ട് ടു ഡു സംതിങ് ബിഗർ, അല്ലെങ്കിൽ നമുക്ക് കേരളത്തിലേക്ക് ഇത് കൊണ്ടുവരാൻ സംഭവം സത്യമാണ്. ഒരു മറ്റേ ട്രെയിൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ലെസ് ദാൻ 5 hours or 6 hours ഇൻ എ ട്രെയിൻ ടു റീച്ച് കേരള. അപ്പം ട്രാൻസ്പോർട്ടേഷൻ അതേപോലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഡബിളാവും. പക്ഷേ നമ്മളുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നമ്മളുടെ വൈൽഡ് ലൈഫിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ കാര്യമോ കോ എക്സിസ്റ്റിങ്ങിൻ്റെ കാര്യമോ ഒന്നും ചിന്തിക്കാണ്ട് വെറുതെ കിടന്നിട്ട് എല്ലാം നമുക്ക് തന്നെ വേണം. നമുക്ക് നല്ല റോഡ് വേണം. എനിക്ക് സൂപ്പർ കാറുണ്ട്, ഞാനിത് കൂടെ പറക്കണം. സൂപ്പർ കാറുള്ളത് നല്ലതായിട്ട് പറഞ്ഞു. സൂപ്പർ കാറിന് ഓടിക്കാൻ നല്ല വണ്ടി തന്നെ വേണം. ഓ മൈ ഗാഡ്, ലാൻഡ് ക്രൂസർ, ലോട്ട് ഓഫ് ബൈക്കേഴ്സ്. ഈ വീക്കിൽ എന്തായാലും ഒരുപാട് ബൈക്കേഴ്സ് ഉണ്ടാകും. കാരണം എല്ലാവരും പോയി തിരിച്ചു വരുന്ന സമയമായിരിക്കും നാളെ. അപ്പം ഫ്രൈഡേ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 2 ദിവസമായി, സാറ്റർഡേ സൺഡേ. ഇന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ നാളെ ഒരു ദിവസം റെസ്റ്റ്, മറ്റന്നാൾ ഓഫീസ്. ബാംഗ്ലൂരിലെ ലൈഫ് എന്ന് പറഞ്ഞാൽ കാട് കഴിഞ്ഞട്ടോ. നമ്മൾ മറ്റേ ഗൂഡല്ലൂർ പോകുന്ന റൂട്ടിൽ ഇത് കയറി. ഞാൻ ഈ റൂട്ടും കൂടെ കാണിക്കാം, കാരണം ഈ റൂട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വൺ ഓഫ് ദ റൂട്ട്സാണ്. അപ്പം നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ കണ്ട, പഴയ സിനിമകളിൽ നമ്മൾ
സമ്മറിൻ ബത്തേരിയിലോ അതിലൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ ഇങ്ങനെ ആലും മരങ്ങളും ഇങ്ങനെ ആടുന്ന സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു റൂട്ടാണത്. നൈസ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടംപോലെ ബൈക്കേഴ്സ് ഉണ്ട്, ആൾക്കാരുണ്ട്, എല്ലാവരും എവ്രി വൺ ഈസ് ലുക്കിംഗ് ഹാപ്പി. കാരണം ദേ ഹാഡ് എ ഗുഡ് എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടാവും. ഇത്രയും വണ്ടികൾ ഇവിടെ സാധാരണ ഞാൻ വേണമെങ്കിൽ പിന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ കൂടെ ഞാൻ ഇടാം. ഇതേ സ്ഥലത്ത് ഞാൻ ഇനി ഒരു വീഡിയോ കൂടെ ഇടാം. ബട്ട് ദെൻ നിങ്ങൾ കണ്ടുനോക്കുന്നുണ്ട്, ഇത്ര അധികം വണ്ടികൾ ഇവിടെ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരല്ലേ, ഇത്ര അധികം വണ്ടികൾ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. ഇത്രയധികം വണ്ടികൾ ഇല്ലായിരിക്കും. ഇത് കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇത്ര അധികം വണ്ടികൾ കാണുന്നത്. അങ്ങനെ തിരക്ക് സാറ്റർഡേ സൺഡേ വന്നുണ്ടാവും. ഞാൻ സാറ്റർഡേ സൺഡേ സാധാരണ വരാറില്ല. ഇപ്പം ഞാൻ ലീവ് എടുത്തിട്ട് ട്രാവൽ ചെയ്യാറുള്ളൂ. കാരണം ഐ ജസ്റ്റ് വാണ്ട് ടു എൻജോയ് ദ പീസ്, ദറ്റ് ബ്യൂട്ടി ആൻഡ് എവറിത്തിങ്. സോ ഐ ജസ്റ്റ് ട്രാവൽ ഓൺ മൈ വീക്കെൻഡ്സ്, നോട്ട് ഓൺ വീക്കെൻഡ്സ്, വീക്ക് ഡേയ്സ്. ലീവ് ഒരു ദിവസം പോയി കഴിഞ്ഞാലും എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ട് കൺവീനിയൻ്റ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. നമ്മൾ ചില സമയത്ത് ഇങ്ങോട്ട് വരുമ്പം കാട്ടിലേക്ക് കയറും ഞാൻ അധികം എന്തെങ്കിലും ചെറിയൊരു പൈസ അവിടെ കൊടുക്കും, പറ്റുമ്പം. എപ്പോഴും ഇല്ല, ചില്ലറൊക്കെ ഉണ്ടെങ്കിൽ. കാരണം നമ്മളവിടെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ പൈസ ഇല്ലയെന്ന് പറയുന്നതിനെക്കാട്ടും പൈസ ഉണ്ടോ നോക്കും. ഉണ്ട്, ഓക്കെ ഫൈൻ, എത്ര രൂപ ഉണ്ട്, ശരി, എന്നാൽ പിന്നെ അവിടെ പോയിട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ. കാരണം ഇത് പണ്ടത്തെ എന്താന്ന് പറയുക, വീരപ്പൻ വരെ വന്ന് പ്രാർത്ഥിച്ചിരുന്ന അമ്പലം ആണെന്നോ, പിന്നെ ഇതേപോലെ വേറെ ഹണ്ടിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ കയറി പ്രാർത്ഥിച്ചിരുന്ന അമ്പലമാണ്. അവർ ഹണ്ടിങ്ങിന് പോകുമ്പം മറ്റേ നല്ല വേട്ട കിട്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ചുമ്മാ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഞാനൊരു 10 രൂപ അവിടെ കൊടുത്തിട്ട് പുള്ളി അനുഗ്രഹിക്കും. ഹാപ്പി. മൂക്ക് ചൊറിയുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇവിടെ റോഡ് വീതി കൂട്ടാൻ പോകുന്നുണ്ട്. റോഡ് ഓൾറെഡി വീതി ഉണ്ട് ആവശ്യത്തിന്. കാരണം നല്ലോണം വണ്ടികൾ പോകുന്ന റോഡായതുകൊണ്ട് ഇത് ഓൾറെഡി വീതിയുള്ള റോഡാണ്. ഇനി അവർ ഒന്നുകൂടെ വീതി കൂട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ? അപ്പം എന്താ പുള്ളി ഓവർടേക്ക് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു മൂഡിലാണ് പുള്ളി ഇങ്ങനെ പോകുന്നത്. പക്ഷേ അത് നമുക്കൊരു കൺവീനിയൻസ് കുറവുണ്ടാവും. ഞാൻ ഒറ്റ മിനിറ്റ്, അയാളാണ് കയറ്റിയിട്ടിട്ട് ഒരു വണ്ടി കൂടെ ബാക്കിൽ ചെയ്യണം. അതും കൂടെ എനിക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ റൂട്ട് കുറച്ച് ബെറ്റർ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇല്ല, ബാക്കിലുള്ള ടാക്സി കയറി നമ്മളെ കേട്ട് നയിച്ചാണ് ഓനും വീഡിയോ എടുക്കുന്നുണ്ട്. പറയാൻ പറ്റില്ല. ഇപ്പം സീൻ കണ്ടാവാം. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ ആൽമരങ്ങളും ഈ ലുക്കൊക്കെ ഉണ്ട്. നമ്മൾ മറ്റേ ആ ഒരു റിതമിക് മൂവ്മെൻറ്റ് കണ്ടോ തലേൻ്റെ, ഭയങ്കര രസമില്ല ഇത് കാണാൻ. ഇതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് എവിടെ കാണാൻ കിട്ടുക? അപ്പോൾ ഇവിടെ അല്ലാണ്ട് ഈ വഴി കച്ചവടങ്ങളും ബാക്കിയുള്ള പരിപാടികളും നൈസല്ലേ ഇതൊക്കെ, വേറെ ഫണ്ണാണ്. മൊത്തം മരങ്ങൾ. ഈ മറ്റേ സമ്മറിൻ ബത്തേരിയിലെ കുറേ ഷോർട്സ്, അതേപോലെ ജയറാമിൻ്റെ വേറൊരു ഇതുണ്ടല്ലോ, രാജാവിൻ്റെ മകനോ ഇല്ല അങ്ങനെ എന്തോ ഒരു സിനിമ ഉണ്ടല്ലോ, അതിലൊക്കെ കാണുന്ന ഒരുപാട് ഈ ഹിൽ സ്റ്റേഷനിൽ കാണുന്ന അധിക ഷോർട്സും പണ്ട് എനിക്കൊന്നും ഇവിടെ എടുത്തിട്ടുണ്ടാകും. കാരണം ഇവിടെ ഫുള്ള് ഇങ്ങനെ മരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഇങ്ങനെ ഒരു കവേർഡായിട്ടുള്ള ഇതിൽ വേരുകളൊക്കെ തൂങ്ങി കിടന്നിട്ടുള്ളൊരു സ്ട്രക്ചറായിരുന്നു. അത് ഏകദേശം മൈസൂർ വരെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു സമയത്ത്. കാരണം ആദ്യ കാലത്തൊക്കെ നമ്മളിതിൽ ബൈക്കിൽ വരുന്ന സമയത്ത് കുറേ ദൂരത്ത്, ഈവൻ മൈസൂർ പോകുന്ന റൂട്ടിലും നമുക്ക് ഒരുപാട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ റോഡ് വൈഡനിങ് വന്നു അവർ കുറേയൊക്കെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവർ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവരതിൻ്റെ കൂടെ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് കുറേ. പിന്നെ ആവശ്യമുള്ളത് മാത്രമേ മുറിക്കുന്നുള്ളൂ. അങ്ങനെ അനാവശ്യമായിട്ട് എല്ലാം കൂടെ മുറിച്ച് തള്ളാം എന്നുള്ളൊരു മൂടൊന്നും ഇല്ല. അങ്ങനെ എനിക്കെല്ലാ വണ്ടിയും ഇഷ്ടമാണ്. എനിക്കെല്ലാ റൈഡേഴ്സിനെയും ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് പെയിൻ ടു റൈഡ്. അല്ലാണ്ട് ചുമ്മാ ഭയങ്കര ഈസിയല്ല. ആ കാണുന്ന ഹില്ലുണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ, അതിൻ്റെ അപ്പുറത്തെ എവിടെയാണ് അല്ലാണ് ഹിമവന്ത് ഗോപാലസ്വാമി ഹിൽസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ചിലപ്പോൾ അവിടെ ആവില്ല, അല്ല അവിടെ അല്ല തോന്നുന്നത്. അവിടെ ഞാൻ പറഞ്ഞില്ല, അവിടെ അല്ല, അവിടെയാണോ? അവിടെ ആണെന്നോ, എന്താണ് ഇവിടെ എവിടെയാണ് ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ ലെഫ്റ്റേക്കുള്ളൊരു വഴി
ഞാൻ പറഞ്ഞേക്ക് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ഇപ്പം അവനിപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് മാറ്റം ഉണ്ടാകാനാ. നമ്മുടെ കർണാടക വണ്ടി കറക്റ്റ് ബാർ കണ്ടപ്പോൾ ബാറേ യെസ്, ഇത് തന്നെയാണ് ഈ ഗോപാലസ്വാമിൻ്റെ അങ്ങോട്ട് പോകുന്ന റൂട്ട് തന്നെ. നമ്മളിപ്പോൾ ഒരു ഗിയർ നൈസായിട്ട് ഡൗൺ ചെയ്ത് പിടിച്ച് എന്നിട്ട് ഇങ്ങോട്ട് എടുത്ത് കേട്ടോ. നമ്മളെന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഒരു കുട്ടീനെ പിടിച്ചേക്കുന്നത് ഉണ്ടാവില്ല. വണ്ടിക്ക് തലയ്ക്ക് ഒന്നിട്ട് കൊടുക്കണ്ടായി. കാരണം കുട്ടീനെ അങ്ങനെ തൂക്കിയിട്ടേക്കുക, മറ്റേ സഞ്ചിയൊക്കെ തൂക്കിയിട്ടേക്കുന്നത് പുള്ളി ഏതാ നോട്ടം. അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ട്രീറ്റാണ്, ഭയങ്കര മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി നൈസ്. ഇവിടുന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പം, നിലമ്പൂരിൽ നിന്ന് വരുമ്പം ഈ ജംഗ്ഷനിൽ എത്തിയിട്ട് ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹിമാൻ ഗോപാലസ്വാമി ഹിൽസിലേക്കാണ്. ഞാൻ ഇന്നുവരെ പോയില്ല കേട്ടോ, അത് വേറെ കാര്യം. പോവാം. അങ്ങനെ ഞാൻ നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം കൂടെ നല്ല നീറ്റായിട്ടുള്ള റോഡാണ്. എനിക്ക് പിക്ചർ അല്ലെങ്കിൽ വിഷ്വൽ ബ്യൂട്ടി ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ അത് ക്യാപ്ചർ ചെയ്യുന്നത്. അല്ലാണ്ട് ഈ ഒരു നേരെയുള്ള വഴി ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരുന്നിട്ട് എനിക്കറിയാം ബോറടിക്കും. കാരണം ഒന്നും കാണാനൊന്നുമില്ല. ഒരു ആനിമലിനെ പോലും മര്യാദയ്ക്ക് കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ എങ്ങാൻ വീഡിയോൻ്റെ സൈഡിൽ ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾ ആരെങ്കിലും ആനേനെയോ മറ്റേ മാനിനെയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം. പിന്നെ മാത്രമല്ല, നമുക്കെന്താ പറയുക, ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാനാണ് സൈഡിലിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ആനിമൽസിനെ മൊത്തം നോക്കിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഞാൻ വണ്ടി ഓടിക്കുമ്പം ഞാനിതൊക്കെ വളരെ കുറച്ച് നോട്ട് ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺസെൻട്രേഷൻ പോകരുത് എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ പിന്നെ സൈഡിൽ ആരെങ്കിലും വേണം. സൈഡിൽ ആൾക്കാരുണ്ടെങ്കിൽ അവർ നോക്കി ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ആ സ്പോട്ടിലനുസരിച്ച് ഇങ്ങനെ നടക്കും. അങ്ങനെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എപ്പോഴും ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. മറ്റേ നാട്ടിലേക്ക് പോവുക ബന്ദിപ്പൂർ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾവേസ് എ നൊസ്റ്റാൾജിക് ഫീൽ. കാരണം ഇതിങ്ങനെ ചെയ്തിട്ട് ഇപ്പം എല്ലാ മാസം പോകുന്നൊരു സംഭവമാണ്. എല്ലാ മാസം പോകുമ്പോഴും യു ഫീൽ ദാറ്റ് ഫ്രഷ്നെസ്. ഓക്കെ, നാട്ടിലേക്ക് പോകാനുള്ള എൻ്റെ ഏറ്റവും വലിയ ഊർജ്ജം എന്തോ ദാറ്റ് 40 kilometers ഡ്രൈവ് ത്രൂ ദാറ്റ് ഫോറസ്റ്റ്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നഞ്ചുംകുണ്ട് അല്ലെങ്കിൽ സോറി ഈവൻ നഞ്ചുംകുണ്ട് റോഡ് ഇസ് ഓൾസോ ഗുഡ്. ആഫ്റ്റർ ദാറ്റ് നാടുകാണി ചുരം ആൻഡ് എവറിത്തിങ് ഫീൽസ് സോ ഗുഡ്. ദ ക്ലൈമറ്റ് വിൽ ബി ബെറ്റർ. മേ ബി ദ ക്ലൈമറ്റ് ഇസ് മേ ബി ചിൽ, അല്ലെങ്കിൽ കോൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഫോഗി ആയിരിക്കും. അപ്പം എവറി ടൈം യു പാസ് ത്രൂ ദാറ്റ് യു വിൽ ഗെറ്റ് എ ഡിഫറെൻറ്റ്. ഇന്നിപ്പോൾ ചൂടായിരിക്കും, നാളെ പോകുമ്പോൾ ചിലപ്പോൾ ഫുൾ ഫോഗായിരിക്കും, മറ്റന്നാൾ ഫുൾ മഴയായിരിക്കും. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഈ റൂട്ട് മുഴുവൻ ഇങ്ങനെയായിരുന്നു. ഫുൾ രണ്ട് സൈഡും മരങ്ങൾ വന്ന് ഫുൾ സെറ്റായി ഇട്ടൊക്കെ ആയിരുന്നു. ഈ ഇതിൻ്റെ ഉള്ളിൽ ടയർ 103 കാണിക്കുന്നു. ഇന്ന് ഷെല്ലെന്നിട്ട് ചില ഷെല്ലിൻ്റെ സീനൊന്നുമില്ല. നല്ല റോഡുകളാണ്. കർണാടകയിൽ കയറിയാൽ തന്നെ നമുക്ക് 65 ഉണ്ടായിരുന്നു, 75. കർണാടകയിൽ കയറിയിട്ട് മാത്രമല്ല, റോഡുകൾ നന്നായി. ഇപ്പോൾ ഫുൾ ടാർ ചെയ്യുന്നു. കണ്ടോ, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ടാർ ചെയ്യും പരിപാടിയാണ്. ഫണ്ടുണ്ട്, നമുക്ക് അത്രയും ഇൻഡസ്ട്രിയിലും ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും വരുന്നുണ്ട്. അതിന് ഇതേപോലുള്ള നല്ല ഇത് കൊടുത്തിട്ടാണ് ഒന്നാമത് ഇതെല്ലാം വരുന്നത്. ഒരു വണ്ടി വന്നിട്ട് അവിടെ വട്ട പിടിച്ചു.
റേഞ്ചിലെത്തും. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം എനിക്ക് ഏകദേശം ഇപ്പം ഒരു 2500-3500 റുപ്യേൻ്റെ ഉള്ളിലുള്ള ഫ്യൂല് എന്തായാലും വേണ്ടി വരും ഇപ്പം വരുമ്പോൾ. മറ്റേത് എനിക്ക് തോന്നുന്നു 2000 റുപ്യേൻ്റെ ഫ്യൂൽ അടിച്ച് കറക്റ്റ് 200 കിലോമീറ്റർ ആയി തോന്നുന്നു. നമ്മുടെ ഗുണ്ടൽപേട്ട് എത്താനാകുമ്പോൾ ഒരു 200 കിലോമീറ്റർ കറക്റ്റ് ഏകദേശം ഫ്യൂല് കഴിയും. കഴിഞ്ഞിട്ട് ഒരു 1000-1500. പിന്നെ ഹൈവേ കയറി കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് അലക്കാൻ തുടങ്ങും. വണ്ടി എടുത്ത് അലക്കി പൊളിക്കും. നമ്മൾ സ്റ്റാൻഡ് ബൈ ആയോ ഇല്ല, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഓവർ ഹീറ്റ് ആയതൊന്നുണ്ട്. അതെന്താണ് ഓവർ ഹീറ്റ് ആവുന്നതെന്നുള്ളത് അറിയില്ല. നമ്മളൊരു കാര്യം ചെയ്താലും നല്ലൊരു വണ്ടി തണുപ്പിച്ച് കഴിഞ്ഞാൽ ഇത്രയും സൗണ്ട് ഉണ്ടാകുമ്പോൾ ഞാൻ പറയണതൊന്നും കേൾക്കുന്നുണ്ടാവില്ല. അതാണ് അടുത്ത പ്രശ്നം. എ സി ഇട്ട് കഴിഞ്ഞാൽ അത്രയും സൗണ്ട് ഉണ്ട്. എ സി ഇട്ടില്ലെങ്കിൽ ഇത് തണുക്കുന്നുണ്ട്. എ സി ഇട്ട് തണുപ്പിക്കുന്നതുകൊണ്ട് ഇത് തണുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മളൊന്നും നോക്കാം. അടുത്തിറക്കി ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ ഒട്ടിക്കാം. എവിടെ? എ സിൻ്റെ സൈഡിൽ ഒട്ടിക്കാം. എ സിൻ്റെ സൈഡിൽ ഒട്ടിക്കുമ്പം സെറ്റാവും. കാരണം തണുപ്പടിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. തണുപ്പടിച്ചിട്ട് ഇതിലൂടെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ. കുറേ കപ്പിൾസ് ഉണ്ടല്ലേ ഇപ്പം, മറ്റേ ഫുൾ ജോലിയൊക്കെ നിർത്തി ഫുൾ ടൈം ട്രാവലിംഗ് ആയിട്ട് നടക്കുന്ന ആൾക്കാർ. നമുക്ക് ഇതേപോലെ ഇറങ്ങാനൊക്കെ പറ്റും. ഇറങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫുൾ ടൈം ചെറിയൊരു ഒരു സ്റ്റേബിൾ ഇൻകം ഉണ്ടാവണം. പക്ഷേ ഇന്നാണെങ്കിലും എന്നാൽ തന്നെ വേണം. പക്ഷെ അതിന് ദൈവം സഹായിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടാവും. നൈസ് റോഡല്ലേ ഇത്. കാമായിട്ട് വണ്ടി ഓടിച്ച് പോകാം. വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. എപ്പോഴും ഇങ്ങനെ തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഇപ്പം എത്ര തിരക്കുണ്ടെങ്കിലും നമ്മളത്ര ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള തിരക്കുകളൊന്നും. ഇവിടെ എത്ര റിസോർട്ട്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. നൈസ് ഫാംസൊക്കെ ഓൾറെഡി പണ്ടേ ഉണ്ടായിരുന്നു. ഇപ്പോൾ റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ല വന്നു തുടങ്ങുന്നുണ്ട്. നൈസ് പരിപാടി. ഒരു ഹിമാലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഹിമാലയൻ്റെ മെയിൻ്റനൻസ് എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഞാൻ എൻ്റെ ഡെയിലി യൂസിനൊന്നും ഹിമാലയം നടക്കില്ല. കാരണം ഞാൻ ഓഫീസ് പോകുന്നതിന് അതിന് രണ്ടും കൂടെ നടക്കുന്ന സ്ക്രാംബ്ലറാണ് പോകുന്നത്. മറ്റേ ഇതിൻ്റെ എക്സ്പൾസ് നടക്കും. കാരണം ബാംഗ്ലൂർ റോഡ്സ് ആർ വെരി ഫൈൻ. സോ യു ക്യാൻ യൂസ് ആൻ എക്സ്പൾസ് ടു ഗെറ്റ് ഓൺ ദാറ്റ്. പിന്നെ എക്സ്പൾസ് ഒരു പ്രാക്ടിക്കൽ ബൈക്കാണ്. കാരണം ഇങ്ങനത്തെ ലോങ് റൈഡ്സും വലിയ കുഴപ്പമില്ലാണ്ട് ഓടിക്കാൻ പറ്റും. പ്ലസ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടൂറർ എന്ന് പറയുന്ന ഒരു സാധനമാണ് എക്സ്പൾസ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ളൊരു പവർ ഉണ്ടെന്ന് തോന്നുന്നു. ഐ ഹാവ് സീൻ ലോട്ട് ഓഫ് ന്യൂ വ്ളോഗേഴ്സ് റൈഡിങ് ഉണ്ട്. അതും നമ്മൾ ഈ പറയുന്ന പോലെ നല്ല ഈ പറഞ്ഞ പോലെ ഈ സാധനം ഉണ്ടല്ലോ 650cc ഹിമാലയൻ 650 വരുന്നുണ്ട്. പ്ലസ് എനിക്ക് ഈ സ്ക്രാംബ്ലേഴ്സിനാണ് 650 ഏറ്റവും ഇഷ്ടം. അപ്പം സ്ക്രാംബ്ലർ അല്ലെങ്കിൽ ബെയർ ആ സാധനം ഉണ്ടല്ലോ, ആ സാധനം മറ്റേ റോയൽ എൻഫീൽഡ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ചോയ്സ് ആയിരിക്കും. കാരണം അതും ഒരു ഡ്യുവൽ പർപ്പസ് മോട്ടോർ സൈക്കിളാണ്. യു ക്യാൻ ഡു ഓഫ് റോഡ് ആൻഡ് ഓൺ റോഡ് ആസ് വെൽ ആസ് ദാറ്റ് ആൻഡ് ബോത്ത് ഓഫ് ദം. ബട്ട് ഈ ബാക്ക് സസ്പെൻഷനുകളുടെ കാര്യത്തിൽ മാത്രം ഇഫ് യു വുഡ് ഹാവ് എ പില്ലിയൻ റൈഡർ ഓർ സംതിങ് ഇറ്റ് ഈസ് ഓക്കെ ആയിരുന്നു. അല്ല അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് എ ന്യൂ സസ്പെൻഷൻ ആൻഡ് ചേഞ്ച് ഇറ്റ്. ബട്ട് ദെൻ 5 ലക്ഷം രൂപ കൊടുത്തിട്ട് വണ്ടി വാങ്ങിയിട്ട് യു ഹാവ് ടു ചേഞ്ച് ദ സസ്പെൻഷൻ ഓൾസോ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ ബിറ്റ് എക്സ്പെൻസീവ്. അല്ലെങ്കിൽ അത് കുറച്ചധികം ആസ്ക് ബിറ്റ് മൂവ്. അതുകൊണ്ട് എനിക്കതിനോട് വലിയ താല്പര്യമില്ല. ദാറ്റ് ഈസ് ആക്ച്വലി ഗുഡ് ബൈക്ക് ആക്ച്വലി. ആ ഒരു ബാക്ക് സസ്പെൻഷൻ്റെ റെയർ സസ്പെൻഷനും കൂടെ അടിപൊളിയാണെങ്കിൽ ഒന്നും പറയാനില്ല. കിട്ടില്ല കില്ലർ ബൈക്കായിരുന്നു. നമുക്ക് രണ്ട് പേർപ്പസിനും മീറ്റ് ചെയ്യാവുന്ന ഒരു നല്ല സാധനമായിരുന്നു. അത് നമുക്ക് ശരിക്കൊരു ഡുക്കാട്ടി സ്ക്രാംബ്ലറിൻ്റെയൊക്കെ ഒരു പേർപ്പസ് നടക്കുമായിരുന്നു. നോക്കട്ടെ, എന്തായാലും ഒരു ബൈക്ക് എടുക്കണം. കുറച്ചും കൂടെ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിതാ ഇവിടെ വെച്ചിട്ട് ഗുണ്ടൽപേട്ട് വെച്ചിട്ട് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് വയനാട്ടിലേക്ക് പോകുന്ന സ്ഥലമാണ്. ഇത് ഊട്ടിക്ക് പോകുന്ന റോഡിൽ നിന്ന് ഞാൻ നേരെ വന്ന് ഗുണ്ടൽപേട്ട് ടൗണിലോട്ട് എത്തി.
അഡിയോസ്.